മണ്ണ് സ്പ്രൗട്ട്സ് ഓഫ് എൻഡ്യൂറൻസ് എന്ന ഈ ഡോക്യുമെൻ്ററി സിനിമ പൊതുജനങ്ങൾക്ക് വേണ്ടി എല്ലാവരിലേക്കും എത്തുകയാണ്. 2015 മുതൽ തുടങ്ങിയ ഒരു വലിയ യാത്രയാണ് 2015 നടന്ന പെമ്പിളൊരുമ സമരത്തിൻ്റെ, മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ നടന്ന പെമ്പിളൊരുമ സമരത്തിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷൻ എന്ന രീതിയിൽ തുടങ്ങുകയും 2020 വരെ നീളുന്ന ഒരു വലിയ 5 വർഷത്തെ ഒരു പ്രക്രിയയായിട്ട് വളരെയധികം വർഷങ്ങളെടുത്ത് ചെയ്യുകയും ചെയ്ത ഒരു സിനിമയാണ് മണ്ണ് സ്പ്രൗട്ട്സ് ഓഫ് എൻഡ്യൂറൻസ്. ഈ സിനിമ പിന്നീട് ഇന്ത്യയിലും വിദേശത്തും ഒക്കെ ഉള്ള ഒരു ഒട്ടനവധി ഫിലിം ഫെസ്റ്റിവലുകളിൽ, പ്രധാനപ്പെട്ട ഒട്ടനവധി ഫിലിം ഫെസ്റ്റിവലുകളുടെ ഭാഗമായ ഒരു സിനിമയാണ്. ചില OTT പ്ലാറ്റ്ഫോമുകളിലൂടെ ഇടയ്ക്ക് റിലീസ് ചെയ്തിരുന്നെങ്കിലും ഇത്രയും വിപുലമായി വ്യാപകമായി ഈ സിനിമ ആദ്യമായിട്ടാണ് എല്ലാവരിലേക്കും എത്തുന്ന രീതിയിൽ ഇത് ഒരു സ്ഥലത്ത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിനിമയുടെ ഒരു നിർമ്മാണത്തിൽ നമ്മൾ പല നമ്മുടെ സുഹൃത്തുക്കൾ, ഒരുപാട് സിനിമയായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് ഈ സിനിമ നമ്മൾ ചെയ്ത് അവസാനിപ്പിച്ചത്. മലയാളത്തിൽ, ഇന്ത്യയിൽ ഡോക്യുമെൻ്ററി ഫിലിം മേക്കിങ്ങിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പലരും മണ്ണിനെ പിന്നീട് വായിച്ചത്. ഒരു ലോങ് ടേം ഡോക്യുമെൻ്ററിക്ക് വേണ്ട മൂലധനം ഒന്നുമില്ലാതെ തുടങ്ങുകയും സുഹൃത്തുക്കളുടെ എല്ലാം സഹായത്തോടുകൂടി പിന്നീട് അത് വലിയ രീതിയിലേക്ക് ആക്കി എടുക്കാൻ പറ്റുകയും ചെയ്തിരുന്നു ഈ സിനിമയുടെ. അപ്പോൾ ഇത് ഇനി ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ ഒരുപാട് OTT പ്ലാറ്റ്ഫോമുകളെല്ലാം ഉണ്ടെങ്കിലും ഒരു മുഖ്യധാര സിനിമയ്ക്കകത്ത്, ഫിക്ഷൻ സിനിമകൾക്കകത്ത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം സിനിമകളും ഒരു ഫിക്ഷൻ സിനിമ പാറ്റേണിനകത്ത് ഒതുങ്ങിക്കിടക്കുന്ന ഒരു സമയത്ത് കൂടുതൽ നമ്മൾ ഇത്തരം സിനിമകൾ ആളുകളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ നിലവിൽ വളരെ കുറവാണ് എന്നതാണ് വാസ്തവം. പലപ്പോഴും നമ്മൾ ഈ സിനിമയുടെ തന്നെ ഉദാഹരണം എടുത്താൽ, ഈ സിനിമയായിട്ട് നമ്മൾ പല OTT പ്ലാറ്റ്ഫോമുകളെയൊക്കെ അപ്രോച്ച് ചെയ്യുമ്പോഴും ഇത്തരം സിനിമകൾ എടുക്കാനുള്ളൊരു വിമുഖത പ്രധാനമായിട്ടും OTT പ്ലാറ്റ്ഫോമുകൾ കൊണ്ട്, പ്രത്യേകിച്ചും ചിലപ്പോൾ അതിൻ്റെ പൊളിറ്റിക്കൽ കണ്ടന്റിൻ്റെ സ്വഭാവം കൊണ്ടാകാം, അതല്ലെങ്കിൽ അതിൻ്റെ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടാകാം. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഒരു കോർപ്പറേറ്റ് വൽകൃതമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു മുതലാളിത്ത വൽകൃതമായിട്ടുള്ള ഒരു സിനിമ ലോകത്ത് നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള സമാന്തര പരീക്ഷണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു സാധ്യത ഇനിയും കൂടുതൽ തുറന്നു വരേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഞങ്ങൾ ഈ സിനിമ ഈ രീതിയിൽ റിലീസ് ചെയ്യാം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സിനിമ കാണുന്ന എല്ലാ ആളുകളോടും ഈ സിനിമയ്ക്ക് കഴിയാവുന്ന രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളിവിടെ ഇതിൽ ഈ വീഡിയോയ്ക്ക് ചേർന്ന് ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സിനിമ കണ്ട ശേഷം അത് എന്താണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത്, ഈ സിനിമയ്ക്കുള്ള മൂല്യം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് എന്തായാലും നമുക്ക് ഈ QR കോഡ് വഴി നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ്. അത് നിർബന്ധമല്ല എന്നുകൂടി ഞാൻ പറഞ്ഞു വയ്ക്കുന്നു. ഇതൊരു നിർബന്ധിതമായ കാര്യമല്ല, ഇതൊരു കോൺട്രിബ്യൂട്ടറി മെക്കാനിസം ഉണ്ടാവുക, എല്ലാവരും കാണികളും സിനിമ മേക്കേഴ്സും തമ്മിലുള്ള ഒരു കോൺട്രിബ്യൂട്ടറി ഒരു ആസ്പെക്റ്റിലൂടെ ഇത് വികസിക്കുക എന്നുള്ളതാണ് നമ്മളിത് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന ഈ സിനിമ കണ്ടിട്ട് ഇതിൻ്റെ മൂല്യമെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഒന്ന് ഇതിലേക്ക് തരാൻ നിങ്ങളെ കൊണ്ട് കഴിയുകയാണെങ്കിൽ, ഇത്തരത്തിലുള്ള ഞങ്ങളെപ്പോലുള്ള ഒരുപാട് പേരുടെ ഇത്തരത്തിലുള്ള ഡോക്യുമെൻ്ററി ഫിലിം ജേണിയെ സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും കാണികൾക്ക് കഴിയും. അതുകൊണ്ട് കാണികളിൽ നിന്നുകൂടി നമ്മളൊരു സപ്പോർട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഈ സിനിമ പ്രധാനപ്പെട്ട ഒട്ടനവധി വേദികളിൽ കേരളത്തിൻ്റെ ഒരു വലിയ രാഷ്ട്രീയ കാലത്തിനോട് ചേർന്ന് നിന്ന, കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സമരത്തോട് അതിനോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അതിനോടൊപ്പം ചേർന്ന് നിന്ന ഒരു ജനങ്ങളുടെ ശബ്ദം എന്ന നിലയിൽ ചേർന്ന് നിന്നൊരു സിനിമയാണ്. അതിന് ആ രീതിയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സിനിമ കാണാനായിട്ട് എല്ലാവരെയും ക്ഷണിക്കുന്നു.
നല്ല രാഷ്ട്രീയക്കാരുണ്ട് അവിടെ, മനുഷ്യനോട് സ്നേഹമുള്ളവരുണ്ടാവും. ഇത് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ കോൺഗ്രസ് പറയും ഞങ്ങൾ ശരിയാക്കാം, അവർ ഈ പോയത് മോശമായി. കോൺഗ്രസ് ഭരിക്കുമ്പോഴേ മാർക്സിസ്റ്റുകാർ പറയും ഞങ്ങൾ ശരിയാക്കാം. ഇവിടെ ആരെ ശരിയാക്കണം? ഇവിടെ ഒരുപാട് പാർട്ടികളുണ്ട്, തകരകൾക്കും പോലെ പാർട്ടിയുണ്ട്. സർക്കാരൊപ്പം ഉണ്ട്. എന്തായി പറഞ്ഞ എനിക്കൊന്നും നല്ല കോമഡിയാണ്. ആളുകൾക്ക് ഇത് പറയാൻ പേടിയാ. ഞാൻ പറയാം, സർക്കാരിനെ കുറ്റം പറഞ്ഞാൽ സർക്കാർ മാർക്കം വെച്ചിട്ട് നമുക്ക് നമ്മളൊരാളുള്ളൂ, നമ്മളെ വെടിവെച്ചു അതിൽ മൂന്നാർ മാത്രമല്ല, ഇടുക്കി മേഖലയിൽ എല്ലാ പഞ്ചായത്തിലും എല്ലാ താലൂക്കും വിശ്വസിക്കാർക്ക് മാത്രമേ പട്ടയവും അർഹതപ്പെട്ട സാധനം വെക്കണം. സാധാരണക്കാർക്ക് ഞാൻ 1960 മുതൽ ഞാൻ ജനിച്ചു വളർന്ന ആളാണ്. അന്നോട്ടേ പട്ടയമില്ല. പട്ടയം അപേക്ഷ പുറത്തു കൊടുത്ത് ഞങ്ങൾ മരത്തിട്ട് ആരോട് ചെന്ന് ചോദിക്കാനെന്ന് പറഞ്ഞ് എല്ലാം മരക്ക് വെച്ചിട്ട് ഉണ്ടായിരുന്നു. ഇത് മൂന്നാം തലമുറയാണ്. മൂന്നാം തലമുറയിൽ പോലും കൈവശ സർട്ടിഫിക്കറ്റ് പോലും കിട്ടാത്ത ആൾക്കാരാണ്. 1985 ശേഷം വന്ന് വിശ്വത്തിലുള്ള പേരെന്താ? വികസന പരിപാടി, ടൗൺ വികസന പരിപാടി. ഈ വികസനം ആർക്കാണ് ഉണ്ടാക്കിയേക്കുന്നത്? സാധാരണക്കാർക്കാണ്. വികസന മേഖല വന്നതാണ് ഏറ്റവും കൂടുതൽ ജനകേറ്റവും സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടും ഒരു 5 സെന്റ് സ്ഥലം മേടിക്കാൻ പറ്റാത്ത അവസ്ഥയിലുമായിരുന്നു. ഉരുളുപൊട്ടലല്ല ഇവിടുത്തെ പ്രധാന പ്രശ്നം, മല ഇടുക്കിലാണ്. മല ഇതേ കാണുന്ന ഒരു മല മൊത്തം ഇടിഞ്ഞു പോരും. ഉരുളുപൊട്ടലെന്ന് പറഞ്ഞാൽ ഒരു മലയുടെ ഒരു ഭാഗത്ത് ഒരു സ്ഫോടനം ഉണ്ടായിട്ട് ഒരു കുറച്ച് ഭാഗം ഇത് പൊരിച്ചു പോരുന്നതാണ് ഉരുളുപൊട്ടൽ. അതിങ്ങനെ ഉരുളുപൊട്ടൽ ഉള്ളിടത്ത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം കുറച്ച് ഭാഗം ഇങ്ങനെ മണ്ണും വെള്ളവും എല്ലാം കൂടെ ഇങ്ങനെ. ഇത് അങ്ങനെയല്ല. ഇതിപ്പോൾ നിങ്ങൾ ആ കല്ലാർകുട്ടി ഡാമിലേക്ക് അല്ലേ ഒരു മല മുഴുവൻ ഡാമിലേക്ക് പോകുന്നേക്ക്. ഈ ഡാം ഇനി എത്ര വർഷം ഇരിക്കും? അത് നികന്നു പോകാൻ ഇനി എത്ര വർഷം വേണം? 500 വർഷത്തെ ഇത് പറയുന്നത് ഇടുക്കി എത്ര വർഷം നിൽക്കുമെന്ന് വിചാരിച്ചേക്കണം. 500 വർഷമാണല്ലോ ഇടുക്കിക്ക് പറയണത്. ഇടുക്കി നികന്നു പോകാൻ 500 വർഷം വേണം. 100 വർഷം കഴിയുമ്പോൾ ഇടുക്കി ഉണ്ടാവുമോ എന്നുള്ളത് ഇപ്പോൾ സംശയമായി. ഇപ്പോഴത്തെ ഈ ഇത് വെച്ച് നോക്കിയാൽ ഇതിനുള്ള പ്രധാന കാരണം ഈ സെൻസിറ്റീവ് മേഖലയിലുള്ള ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ. അതിൻ്റെ ഒന്നാമത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ, രണ്ടാമത് ഉദ്യോഗസ്ഥന്മാർ, ഇവരാണ് പ്രാദേശിക നേതാക്കന്മാർ. ഇവരാണ് ഇതിനെപ്പറ്റി ആരെങ്കിലും സംസാരിച്ച് പോയി കഴിഞ്ഞാൽ അവനെ ഉടനെ ഇവർ കൈകാര്യം ചെയ്യും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതാരെങ്കിലും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പ്രാദേശിക നേതാവാണെങ്കിൽ അവനെ പിടിച്ച് 4 തല്ല് കൊടുക്കുക. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇവിടെ നെടുങ്കണ്ടത്ത് ആർപ്പൂരെ ഒരു നേതാവിനെ തല്ലി. തൃപ്പൂണിത്തുറയുള്ള ഒരു നേച്ചർ ക്ലബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ടായിരുന്നു. ആ ക്ലബിൻ്റെ പേരിലാണ് കുറേ കാലം ഈ മാങ്കുളത്തൊന്നും പട്ടയം കൊടുക്കാണ്ടിരുന്നത്. അവർ ഹൈക്കോടതി കേസ് കൊടുത്തു എന്ന് പറഞ്ഞു. പിന്നെ കേന്ദ്ര വനം വകുപ്പിൻ്റെ നിയമപ്രകാരം അത് പറഞ്ഞ് കുറേ കാലം കൊണ്ടുവരണം. ഇങ്ങനെ അർഹത ഉള്ളവനും കൊടുത്തിട്ടില്ല, അർഹത ഇല്ലാത്തവനും കൊടുത്തിട്ടില്ല. പദ്ധതി പ്രദേശത്തുള്ള സംരക്ഷണ മേഖല മുഴുവൻ ഇപ്പോൾ ആൾക്കാർ കൈകാര്യം. കാർഗിലിൻ്റെ റിപ്പോർട്ടൊക്കെ ഒരു ഒരു പരിധി വരെ നടപ്പാക്കുന്നത് അത്യാവശ്യ കാര്യമാണ്. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോഴും ഈ സാമ്രാജ്യത്വ മുതലാളിത്തത്തിന് വേണ്ടി, പ്ലാന്റേഷന് വേണ്ടിയിട്ട് ഇവരിപ്പോഴും ഈ ഇവിടുത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമൊക്കെ ഇപ്പോഴും ഈ മുതലാളിമാരുടെയും കമ്പനികളോട് പൈസ മേടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് എല്ലാ ഒത്താശയും ചെയ്തു. 15 പേരെടുത്ത് കഴിഞ്ഞാൽ പള്ളിവാസൽ എസ്റ്റേറ്റ് വെക്കണം. അങ്ങ് അച്ഛൻ വട്ടവാട ഭൂമിലൂർ, ഇങ്ങ് അച്ഛൻ മറയൂർ ചിന്നാറെന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടം വരെ ഇതെല്ലാം സർക്കാർ സർവേ ചെയ്ത് നടക്കുവാണെങ്കിൽ ഇഷ്ടം പോലെ ഭൂമി പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ ഭൂമിയുണ്ട്. ഇതാരും കൊടുത്തിട്ടില്ല. കണ്ണൻദേവൻ എസ്റ്റേറ്റിൽ നിന്ന് ഞങ്ങൾ ജോലിക്ക് പിരിച്ചു കൊടുക്കും. ഞങ്ങൾക്ക് താമസിക്കാൻ 1 സെന്റ് ഭൂമിയില്ല. പിരിച്ചു കൊടുക്കാൻ ഈ സുഖമില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ അവരെ ഈ തൊഴിലാളികളെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു നിയമം കൊണ്ടുവന്നു സർക്കാർ. അതായത് 100 തൊഴിലാളികൾക്ക് കുറഞ്ഞ ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ഉടമ അവർക്ക് ഇഷ്ടമുള്ള ആളെ നിർത്താം, അല്ലാത്തവരെ പിരിച്ചു വിടാം എന്നുള്ളൊരു നിയമം. ആ നിയമത്തിൽ കുറേ തൊഴിലാളികൾക്ക് തോട്ട ഉടമകൾ ജോലി ഒരു പോരായ്മ വന്നു കഴിഞ്ഞാൽ അവരോട് തോട്ട ഉടമകളോട് പൈസ ചോദിക്കാൻ പാടില്ല, മറ്റുള്ള സൗകര്യങ്ങൾ ചോദിക്കാൻ പാടില്ല. ചോദിച്ചാൽ നീ എനിക്ക് പണിക്ക് വേണ്ട എന്ന് പറയും. അതിന് രാഷ്ട്രീയക്കാരും കൂട്ടൊന്ന് പിരിച്ചു വിട്ടാൽ. പണ്ട് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെതായിരുന്നപ്പോൾ അവർ കൊടുത്തിട്ട് അന്ന് അവരുണ്ടാക്കിയ എഗ്രിമെന്റ് പോലും ഇപ്പം ഇവർ കളഞ്ഞിരിക്കുകയാണ്. ആ എഗ്രിമെന്റ് ഒക്കെ കളഞ്ഞിട്ട് ഇപ്പം ഇവരുടെ കയ്യിലാണ് ഇതിൻ്റെ കണക്ക് കൊടുക്കുന്നത്. ഇവർ പറയുന്നതൊന്നും ശരിയല്ല. ഈ കണക്ക് യഥാർത്ഥത്തിൽ എത്ര ഉണ്ടെങ്കിൽ ഇതുവരെ സർവേ ചെയ്ത് സാറ്റലൈറ്റ് സർവേ ഒന്നും നടത്തിയിട്ടുമില്ല. ഇതിൻ്റെ ശരിയായ സാറ്റലൈറ്റ് സർവേ സത്യസന്ധമായിട്ട് നടത്തിയെങ്കിൽ മാത്രമേ ഇതറിയാൻ പറ്റൂ. കളിക്കാരൻ ദേവികുളം, തൂക്കുവാറ, ആനച്ചാൽ, ചിത്രകുളം, 2-ാം മൈൽ, പള്ളിക്കൽ, മൂന്നാർ, ദേവികുളം. കളിക്കാരൻ ദേവികുളം. ശബരി മരിയാറ, കല്ലാറുടെ, കമ്പികണ്ണം, പാർത്തോട്, പണിക്കൂട് മരിയാറ. കൈത്തക തൊടുപുഴ, മൂന്നതില് കൈങ്ങോട്ടൂർ, കതിർവഴി, തൊടുപുഴ. ഷാരോൺ, മാങ്കുളം.
കുരിശുപാറ പൂച്ചാട് പെരുവാറ പാങ്കുളം. മണ്ണ് തേടിയ പഴവോ ധനം തേടിയോ രണ്ടമ്മാവന്മാര് ഇന്നലെ പെയ്ത മഴയ്ക്കിന്ന് കുരുത്തോരു തകര ഞാൻ എന്നെ പറ്റ മണ്ണേ ഞാൻ ഇറങ്ങിപ്പോന്ന മണ്ണ് എനിക്ക് വേണ്ടി ധനം തേടിയോ രണ്ടമ്മാവന്മാർ ദിക്ക് തെളിയണം ദേശം തെളിയണോ ദേശത്താൽ അഞ്ചീശ്വരൻ തെളിയണം മണ്ണ് തെളിയണം മായം തെളിയണം മാലൊഴിഞ്ഞ് മാരണവും തെളിയണോ മണ്ണും ഭവനവും തേടിക്കെട്ടിയോ രണ്ടപ്പനപ്പൂപ്പന്മാര് കിടക്കുതിച്ചു പടിഞ്ഞാറത്തമനേങ്കി ഏൻ വിളിക്കും വിളിപ്പുറം വന്ന് നിലകൊള്ളണേ എൻ്റെ അപ്പനപ്പൂപ്പന്മാര് அந்த 80 பெண்கள் தான் இந்த சமரத்தை தொடங்கி வச்சது. நான் அதில் முத்ரா வாக்கியம் கூப்பிட்டேன், அவ்வளோதான். அதுக்கப்புறம் வந்த பெண்கள் வந்துட்டு சொல்லவே முடியாது. எல்லா டிவிஷன்லேருந்து ஆள் வந்துட்டாங்க, எல்லா எஸ்டேட்லேருந்தும், டாடா கம்பெனி, மற்றபடி மலையாளம் பிளான்டேஷன்லேருந்து யாருமே வரல. ஏன்னா அவங்க ராஷ்ட்ரியத்தில் முங்கி போயிருக்காங்க. அவங்கள கூப்பிட்டோம், அவங்க என்னை பேச ஆரம்பிச்சிட்டாங்க. எங்களுக்கு தான் அரசியல்வாதி எங்களை பார்த்துக்குவாங்க, எங்களுக்கு நாங்கள் பார்த்துக்குறோம், எங்கள் பிரச்சனையை கோமதி எங்களை கூப்பிட வேணான்னு சொல்லிட்டாங்க. பின்ன டாடா கம்பெனியிலேருந்தும் கேடிஹெச்பி கம்பெனியிலேருந்து தோட்டந்தொழிலாளி காப்பி ஸ்டோரு, தலையார் காப்பி ஸ்டோருன்னுவாங்க. மலையாளம் பிளான்டேஷன் தவிர மற்ற எல்லா தோட்டம் தொழிலாளிகளும் இங்கே மூணார் டவுனுக்கு வந்துட்டாங்க. அத்தனை தோட்டம் தொழிலாளி எவ்வளோ தூரத்தில் இருந்தாலும் இந்த போராட்டத்தை பார்த்துட்டு எங்களுக்குள்ளே அந்த கோபமும் வெறியும் இருந்துச்சு எங்களுக்குள்ளே. அது வெளியே வர்றதுக்கு பெண்கள் உரிமைன்னு நாங்கள் பேர் வைக்கலை. நாங்கள் பேர் வச்சது வந்து தளிர்னு வச்சுருந்தோம். ஏன்னா இப்போ தான் எங்களுக்குள்ளே போராட்டம் இப்படி துளிர் விட ஆரம்பிச்சிருக்கு. தளிர் இல்லை துளிர்னு 2 பேர் தீர்மானிச்சிருந்தோம். ஏன்னா எங்களோட பிரச்சனை அப்போ தானே வெளியில் வருது. அப்போ தான் நாங்கள் தளிர்னா அரும்புன்னு சொல்லுவோம்ல, இப்படி தேயிலையில் வரும்ல, அந்த மாதிரி ஒரு பேர் வைக்க தான் நாங்கள் தீர்மானம் பண்ணியிருந்தோம். ஆனால் மீடியாக்காரங்க பெண்களெல்லாம் கூடி வந்ததுனால பெண்கள் உரிமைன்னு பேர் அவங்க தான் வச்சாங்க. பின்ன முல்லைப்பூ விப்ளவம் அப்படின்னு அவங்க தான் பேர் வச்சாங்க. நாங்கள் தீர்மானித்த பேர், ஆனால் மீடியா வச்ச பேர் இந்த பேர் அப்படியே பெரிய லெவலில் போயிடுச்சு. ஆகஸ்ட் 24 ஆனுவல் ஜெனரல் பாடி மீட்டிங் சொல்லுவாங்க. அந்த ஆனுவல் ஜெனரல் பாடி மீட்டிங்கில் வந்து தான் இங்கே லோக்கலில் இருக்க எங்கள் அம்மா என்னோட அப்பா உட்பட உள்ள தொழிலாளிகளுக்கு வந்து போனஸ் வந்து ஃபிக்ஸ் பண்ணுறது தான் அந்த ஆனுவல் ஜெனரல் பாடி மீட்டிங். அப்போது அது கம்பெனியோட ப்ராஃபிட்டு, அதோட லாஸ், இதை பற்றி பேசுகிற விஷயங்களும், அது போக எவ்வளோ பர்சன்டேஜ் வந்து தொழிலாளிகளுக்கு வந்து போனஸ் கொடுக்கலாங்கிற விஷயத்தை பேசுகிறது தான் அந்த ஆனுவல் ஜெனரல் பாடி மீட்டிங். அப்போ ஆனுவல் ஜெனரல் பாடி மீட்டிங்கில் வந்து 10% போனஸ் தரோன்னு சொல்லி எங்கள் வந்து கம்பெனி சொல்லுது. அதை வந்து வாங்க மாட்டோம்னு சொல்லி 3 தொழிற்சங்கங்கள், ஐ மீன் சிஐடியு, ஏடிசி அண்ட் ஆல்சோ ஐஎன்டிசி 3 சொல்கிறாங்க, எங்களுக்கு இந்த 10% பத்தாது, இது நாங்கள் வாங்க முடியாதுன்னு சொல்லி இந்த 3 யூனியனும் சொல்கிறாங்க. அன்னைக்கு ஈவினிங்கு 24th ஈவினிங்கு 3 தொழிற்சங்கங்களோட பிரசிடென்ட்ஸு, ஐஎன்டிசி தொழிற்சங்கங்களோட பிரசிடெண்ட்டு ஏகேமணி, அப்புறம் சிஐடியோட கேபிசிசி அண்ட் ஏடிசியோட செக்ரட்டரி ஏஓஇ பவுலூஸ், அவுசேப், இவங்க 3 பேருமே வந்து லோக்கல் மீடியாவில் வந்து பேசுகிறாங்க. நம்ம வந்து 10% போனஸ் கம்பெனி சொல்கிறாங்க. ஸோ இதை நம்ம அக்செப்ட் பண்ண வேண்டாம், அக்செப்ட் பண்ணாமல் நம்ம ஸ்லோ ஒர்க் பண்ணுறேன்னு சொல்கிறாங்க. நாமளாக எங்களுக்கு அந்த சமயத்தில் 232 ரூபா சம்பளம் கிடச்சிட்டு இருந்தது தொழிலாளிகளுக்கு. ஸோ அது வந்து 21 கிலோ அதுக்கு நாங்கள் கொழுந்து எடுத்து கொடுக்கணும். அப்போ 21 கிலோவுக்கு மேலே 1 கிலோ கூட நீங்கள் எடுக்க வேண்டாம், நம்ம வந்து ஸ்லோ ஒர்க் பண்ணுவோம், கம்பெனி 20% கொடுக்குற வரைக்கும் நம்ம போராட்டம் பண்ணுவோம், இந்த மாதிரி போராட்டம் பண்ணுவோம், நம்ம வேலைக்கு போகாமல் இருக்க வேண்டாம் அப்படின்னு சொல்லி ஒரு ஸ்ட்ராட்டஜிக்கலான ஒரு ஃபைட் அகெயின்ஸ்ட் த கம்பெனி அப்படி உண்டாக்குனாங்க. அதுக்கப்புறமா நான் இந்த இதுக்குள்ளே எப்படி இன்வால்வ் ஆனேன்னு சொன்னால்,
இது 24th தான் இங்கே போனஸ் வந்து 20% வேணுமா 10% வேணுமான்னு சொல்லி டிசைட் பண்ணுற ஒரு மீட்டிங், ஆனுவல் ஜெனரல் பாடி மீட்டிங் ஆகஸ்ட் 24th. பட் ஆகஸ்ட் 19th நாங்கள் வந்து இங்கே எலக்ட்ரிக்கல் செக்ஷனில் ஒர்க் பண்ணிட்டு இருந்தேன், செகண்ட் இயர் பிளக் தான். அப்போ நாங்கள் பிரிண்ட் பண்ணி எடுத்துட்டோம் 10% போனஸ்க்கு 4,200 rupees பெர் ஹெட் அப்படின்னு சொல்லி நாங்கள் பிரிண்ட் பண்ணி எடுத்துட்டோம். ஒவ்வொரு கால் பேரும் அவங்க 4,200 rupeesனு சொல்லி போட்டு நாங்கள் பிரிண்ட் பண்ணி எடுத்து கொண்டு வந்துட்டோம். இது வந்து 19 ஆகஸ்ட் நடக்குது 2015. ஸோ இது எனக்கு நல்லாவே தெரியும், இது மக்களுக்கு யாருக்குமே தெரியாது. செப்டம்பர் 2 அந்த பெரிய ஒரு போராட்டத்துக்கு அப்புறம் யாருமே இன்றைக்கி வேலைக்கு போகல, எல்லாமே இன்றைக்கி ஸ்ட்ரைக் நடந்தது. இப்போ செப்டம்பர் 3 இங்கே லோக்கலில் வந்து ஒரு மீட்டிங் வந்து ஐக்கியதாட்டியம் சொல்லிட்டு, அதாவது 3 யூனியனும் சேர்ந்துட்டு கம்பெனிக்கு எதிராக வந்து போனஸ் கொடுக்கணும் 20% அப்படின்னு சொல்லிட்டு பண்ணுறாங்க. அப்போது 10% வாங்குறவங்க போனஸ் வாங்கிக்கணும்னு சொன்னாங்க கம்பெனியில் இருக்கும்போது. அப்போ 10% வாங்குறதுக்கு யாருக்குமே மனசு வரல, யாருமே 10% போனஸ் வாங்க. ஸோ என்ன நடந்ததுன்னா செப்டம்பர் 3 இவங்க போட்டிருந்த அந்த லோக்கல் மீட்டிங் போஸ்ட் ஆஃபீஸ் ஒரு லேடி, ஒரு ஓல்டு லேடி வந்து நீங்கள் ஒன்று எங்களுக்கு பொறுப்பாக கேட்க வேண்டாம், நீங்கள் ட்ராமாலாம் பண்ணாதீங்க, அவங்க மெடிக்கல் உங்களுக்கு தெரிஞ்சிருச்சு அப்படின்னு சொல்லி அவங்க மைக்கை பிடிக்கிட்டு நீங்கள் ஒன்றும் பேச வேண்டாம் எங்களுக்காக, நாங்களே எங்கள் போராட்டம் பண்ணி வாங்கிக்கிறோன்னு சொல்லிட்டு அப்படியே போயிட்டாங்க, கடந்து போயிட்டாங்க. ஸோ இந்த டாக் வந்து மேக்ஸிமமாக எல்லா ஏரியாலையும் பரவிடுச்சு, எல்லா டிவிஷன்களையும் இந்த விஷயம்லாம் பரவிடுச்சு. ஸோ அப்போ தான் செப்டம்பர் 5 சாட்டர்டே ஆஃப்டர்நூன் எல்லோரும் வேலைக்கு போயிட்டு, எனக்கு தெரிஞ்சு இங்கே லோக்கல் டிவிஷன் தான் வந்தாங்க. ஃபஸ்ட் இந்த விஷயத்தை யார் ஸ்டார்ட் பண்ணான்னு சொன்னால் கோமதி அக்கா தான். ஒரு டீமை ஃபார்ம் பண்ணி அவங்களோட தொழிலாளிகள்லாம் கூப்பிட்டு, அவங்க எஸ்டேட்டோட தொழிலாளிகள்லாம் கூப்பிட்டு செப்டம்பர் 5 வந்து ஆஃப்டர்நூன் அவங்க டிவிஷனில் அந்த டேபிள் டிவிஷன் வந்து மூணார் போகிறாங்க. மூணாருக்கு வந்துட்டு ஒவ்வொரு யூனியன் ஆஃபீஸ்க்கு முன்னாடி, இந்த பார்ட்டி ஆஃபீஸ்க்கு முன்னாடி, யூனியன் ஆஃபீஸ்க்கு முன்னாடி, ஏடிசி சிடியூ ஐடிசி ஆஃபீஸ்க்கு முன்னாடி போய் பெண்கள் மட்டுமே நின்று அவங்க முദ്രാവാക്യം வச்சு கோஷம் போட்டு நீங்கள் இனிமேல் வாங்கி தர வேண்டாம், எங்கள் போர்ஸ் நாங்களே கேட்டுக்கோன்னு சொல்லி பெரிய ஒரு கூட்டத்தை உண்டாக்கிட்டாங்க. செப்டம்பர் 4 நான் ஃபேக்ட்ரி வேலை, ஸ்டிச்சிங் அண்ட் ஸ்டென்சிலிங் அந்த வேலை நான் பார்க்குறேன். அப்போ எனக்கு ஃபீல்டில் இருந்து கொஞ்சம் பேர் கூப்பிட்டாங்க. எங்கள் ஸ்டேட்டில் 2 கேங்கா 40, 80 பெண்கள் வேலை பார்த்துட்டு இருக்காங்க. அப்போ அதில் ஒரு குரூப் என்னை கூப்பிட்டுட்டு, இந்த மாதிரி மூணார் சேனலில் பார்த்தோம்ல, நம்மளும் போவோமா, ஏன்னா எங்களுக்கு அது செப்டம்பர் 4 எங்களுக்கு ஆகஸ்ட் மாதம் போனஸ் போடுவாங்க வருஷத்தில் ஒரு தடவை. அந்த போனஸ் வந்து எங்களுக்கு 10% தான். ஏன்னா எங்கள் போனஸை தீர்மானிக்கிறது வந்து கம்பெனி தான். கம்பெனியும் இங்கே உள்ள அரசியல்வாதிகள் தான் எங்கள் போனஸை தீர்மானிப்பாங்க. கம்பெனிக்கு வேண்டி நாங்கள் உழைச்சி கொடுக்கோம், எங்கள்கிட்ட கம்பெனி எந்த டிஸ்கஸும் பண்ணாது. உங்களுக்கு எவ்வளோ வேணும், இவ்வளோ லாபம் வந்திருக்கு, உண்மையான லாபத்தை காட்டாமல் லாபத்தை அனுசரித்து தான் எங்களுக்கு அந்த வருஷம் போனஸ் போடுவாங்க. நாங்கள் 5 மணிக்கெல்லாம் வேலைக்கு போயிருக்கோம், 4:30 காலையில் இருட்டாக வேலைக்கு போயிருந்திருக்கோம். அப்போ நாங்கள் அப்படி உழைச்சி கொடுக்கும்போது கம்பெனி நல்ல லாபத்தை தான் உண்டு பண்ணி கொடுத்தோம். அப்போ 20% எங்களுக்கு போனஸ் போடுவாங்கன்னு நாங்கள் எதிர்பார்த்துட்டு இருந்தோம். திடீர்னு என்ன செஞ்சுட்டாங்க, 10% தான் போனஸு அப்படின்னு சொல்லவும் நாங்கள் ரொம்ப எல்லாருக்குள்ளேயுமே அப்படியே ஒரு இதாயிருச்சு. 10% போது 3,500 ரூபா கூட வராது. அதை வச்சு என்ன செய்ய அப்படின்னு சொல்லி நாங்கள் இருக்கும்போது தான் இந்த மாதிரி பெரியவாரையில் உள்ள அக்கா வந்து அரசியல்வாதிகளோட பிரச்சனை பண்ணுறதை பார்த்துட்டு, அப்போ நம்மளும் என்ன செய்யலான்னு என்கிட்ட கேட்டாங்க. அப்போ நான் சொன்னேன், அக்கா நீங்கள் என்ன முடிவுக்கு 2 கேங் இருக்கீங்களா, நீங்கள் 80 பேர் என்ன முடிவு எடுக்கிறீங்களோ அந்த முடிவுக்கு சம்மந்தம் நீங்கள் என்ன முடிவு எடுத்தாலும் நான் உங்களுக்கு முன்னாடி நான் நிற்பேன் கண்டிப்பாக அப்படின்னு நான் சொன்னேன். இல்லை நீ தான் தைரியமாக பேசுவேன் எல்லா விஷயமும், அப்போ உங்ககிட்ட தான் கேட்க சொன்னாங்கன்னு சொன்னோன்னே, அக்கா நான் முன்னாடி நிற்க, ஏன்னா நம்மளை இவங்க அடிமையாக வச்சுக்கிட்டு இருக்காங்க, இது வெளி உலகம் தெரியணும், கண்டிப்பாக நான் உங்கள் கூட வருவேன். ஆனால் தோட்டம் தேயிலை தோட்டத்துக்கு வேலைக்கு போய் நான் ரொம்ப நாளாச்சு. ஃபேக்ட்ரி வேலைக்கு வந்தோடனே இப்படி கேட்டு கூட்டோடனே எனக்கு ரொம்ப எதிர்ப்பாக இருந்துச்சு. ஃபேக்ட்ரியில் நீ எதுக்கு போகிற, நீ தான் ஃபேக்ட்ரி வேலையில் இருக்கையில் நீ எதுக்கு போகிற அப்படின்னு கேட்டாங்க. செப்டம்பர் 5 சனிக்கிழமை அன்றைக்கி எங்களுக்கு சம்பளம் போடுற நாள். 12 மணி வேலை, ஆஃப் டே வேலை விட்டாங்க. 3 மணிக்கு போல் அந்த தேவகுலத்துலேருந்து 4 ஜீப் பெண்கள் மட்டும்தான் வந்தோம். நாங்கள் அதில் ஆண் மட்டும் தான் டிரைவராக இருந்தார், பெண்கள் மட்டும்தான் 4 ஜீப் வந்த உடனே டவுனில் வந்து இறங்கினோடனே எனக்கு கொஞ்சம் தைரியம் வந்துச்சு. எனக்கு தைரியம் வந்த உடனே கோஷம் போட ஆரம்பிச்சிட்டேன். கோஷம் சொன்னால் முദ്രാവാക്யம் சொல்லுவோம், கம்பெனியும் அரசியல்வாதிகளையும் பேர் சொல்லி நான் கோஷம் போட்ட உடனே அப்படி இதுதான் எங்களுக்கு டவுனு. தோட்டம் தொழிலாளிகளுக்கு மூணாறு தான், இங்கே இந்த ஏரியாவில் உள்ளவங்களுக்கு மூணாறு தான் டவுனு. அப்போ டிரைவர்ஸ் எல்லாம் ஒவ்வொரு ஏரியாவில் உள்ளவங்க ஒவ்வொரு ஸ்டாண்ட் இருக்குது. நேமக்காடு, நடையாறு, தேவிகுளம் அப்படின்னு நிறைய ஸ்டாண்டு இருக்குதுங்க. மாட்டுப்பட்டி ஸ்டாண்டு அப்படி ஸ்டாண்டு இருந்தோடனே ஆட்டோ டிரைவர் மாதிரிலாம் அங்கே தான் வந்து வண்டி போட்டுவாங்க. அப்போ இந்த மாதிரி அரசியல்வாதிகளாம் எதிர்த்து ஒரு தேவகுலத்துலேருந்து ஒரு குரூப் வந்துட்டு போராட்டம் பண்ண வந்திருக்காங்க, ரொம்ப தைரியமானு சொன்னோடனே அப்படி அந்த நியூஸ் பரவுன உடனே பக்கத்தில் உள்ளவங்களாம் சனிக்கிழமை வந்துட்டாங்க, நடந்தே வந்துட்டாங்க. ஞாயிற்றுக்கிழமை எல்லா ஆளுகளும் வந்தாங்க. திங்கக்கிழமை தோட்டம் தொழிலாளி மொத்தம் கூட ஆரம்பிச்சிட்டாங்க.
പെമ്പിള സമരത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അതൊരു അത്ര പെട്ടെന്നുണ്ടായിട്ടുള്ള, നമ്മൾ ഈ മലയാളിയൊക്കെ അന്ന് അതിനെ വിളിച്ച് മുല്ലപ്പൂ സമരം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആക്ഷേപിക്കുകയോ ചെയ്ത്. അങ്ങനെ മുല്ലപ്പൂ സമരമൊന്നും അല്ലെന്നേ അത്. ആ മനുഷ്യന്മാർ ശരിക്കും അവരുടെ ഒരു ഏജൻസിയെ, അവരുടെ ഒരു സോഷ്യൽ ഏജൻസിയെ തന്നെ റദ്ദ് ചെയ്യുന്നൊരു സംഗതി. നമ്മൾ ഈ മുല്ലപ്പൂ വിപ്ലവം എന്നൊക്കെ, അല്ലെങ്കിൽ ഈ ചില അക്കാഡമിൻസ്, ഞാൻ ആരുടെ പേരൊന്നും പറയുന്നില്ല, ഇതിന് ഫെമിനിറ്റ്യൂഡ്, സ്ത്രീ സഞ്ചയം, മൾട്ടിറ്റ്യൂഡ്, ജനസഞ്ചയ സമരമാണെന്നൊക്കെ ഇങ്ങനെ തന്നെ ആക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് അവർ ചില തിയറികളിൽ നിന്നൊക്കെ അവരിതിനെ റീഡ് ചെയ്യുന്നുണ്ട്. അത് ഈ സമരങ്ങളൊക്കെ വന്ന ചില സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അടിമകളായിട്ട് കൊണ്ടുവന്നിട്ടുള്ള മനുഷ്യർ അവർ കാലങ്ങളിലായിട്ട് കൂലി നിഷേധിച്ചു, അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിച്ചു, എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും നിഷേധിച്ചു. ഈ അവകാശങ്ങളൊക്കെ നിഷേധിച്ച സമയത്തിൽ അവർ സ്റ്റേറ്റിനോട്, മാനേജ്മെൻറ്റിനോട് ഒരു നിരന്തരം റെസ്പോണ്ട് ചെയ്യേണ്ടിയിരുന്നു. അവരൊന്ന് റെസ്പോണ്ട് ചെയ്തു, 2 റെസ്പോണ്ട് ചെയ്തു, പല ഘട്ടത്തിൽ സമരം ചെയ്തു, വീണ്ടും പറ്റിക്കപ്പെട്ടു, വീണ്ടും സമരം ചെയ്തു. ഇങ്ങനെ ഒരു 10-50-60 കാലത്ത് ഇവർ പല ഘട്ടത്തിൽ പ്രതിരോധം തീർത്തതിൻ്റെ ഒരു പീക്കിലാണ് ഇവർ പെമ്പിള സമരം ആയിട്ടെടുക്കുക. അപ്പോഴേ നമ്മളിത് കാണുന്നുള്ളൂ, ഈ സമരം അവിടെ ഉണ്ടെന്നേ. സത്യത്തിൽ ഈ സ്ത്രീകളൊക്കെ തന്നെ സമരം ചെയ്യാൻ വരുന്ന പെമ്പിള സ്ത്രീകളടക്കം വീട്ടിൻ്റെ അകത്തുനിന്ന് അടുക്കളക്കുള്ളിൽ നിന്ന് പട്ടിണി മാറ്റാൻ ഞങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ്, അല്ലെ കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്ന രീതിയിലാണ് ഇറങ്ങി വരുന്നത്. അവർ ജീവിക്കാൻ വേണ്ടി അധ്വാനിക്കുന്ന സ്ത്രീകളാണ്. ബഡ് നമ്മൾ സാധാരണ ഈ കൊക്കോയും അതുമൊക്കെ ബഡ് ചെയ്ത് എടുക്കുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ ഈ സാധനം ബഡ് ചെയ്തെടുക്കുക. ബഡ് ചെയ്തിട്ടാണ് കൊണ്ടിരുന്നത് നമുക്ക് തൈയായിട്ട്. അത് കൊണ്ടുവന്ന് അപ്പോൾ ആദ്യം ഞുള്ളി വിടുന്നതാണ്. ആദ്യത്തെ 90 നമുക്ക് എടുക്കാം. പിന്നെ ഈ 8 ദിവസം കൂടെ 8 ദിവസം മുമ്പ് ഞുള്ളലാണെങ്കിൽ, കൈക്ക് ഞുള്ളുവാണെങ്കിൽ 8 നമുക്ക് ഞുള്ളി എടുക്കും. കത്തരിക്ക് വിട്ടുവാണെങ്കിൽ 5 ദിവസം കൊടുക്കും. 5 അറൗണ്ട് അനുസരിച്ച് ഈ 2 തിരിയാണ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി. എന്നിട്ട് ഇത് പിന്നെ ഉണക്കും. ഇതുകൊണ്ടായി ഡ്രസ്സിലിട്ട് ഉണങ്ങുക, വാട്ടുക, വാടിയെടുക്കുകയുള്ളൂ. വാടിയിടുമ്പോൾ നല്ലോണം വാടിയെടുക്കും. ആ വാടിയത് കൊണ്ടായിട്ടാണ് മെഷീനിൽ കൊണ്ടിട്ടിട്ട് അരച്ചെടുക്കുന്നത്, പൊടിച്ചെടുത്തിട്ട് ഫാക്ടറിയിൽ അടുപ്പുണ്ടാവും. ഈ അടുപ്പിൽ ഉണക്കിയെടുക്കും. പുറത്ത് വന്നു കഴിയുമ്പോഴത്തേന് അത് മെഷീനറിയിൽ കൊടുത്ത് 1, 2, 3, 4 തരങ്ങൾ തിരിച്ചെടുക്കുക. ഇത്രയൊക്കെ ഉയരങ്ങളിൽ നിൽക്കുമ്പോ ലാലേട്ടൻ എന്ത് ചേഞ്ചാ ഫീൽ ചെയ്യുന്നേ? എല്ലാം പഴയതുപോലെ തന്നെ. എന്തെങ്കിലുമൊക്കെ മാറി കാണുമല്ലോ അല്ലേ? ഇവനെ കാണിച്ചു കൊടുക്കാം. ഒന്നും മാറിയിട്ടുണ്ട്. ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടും. ഇത് കണ്ണൻ ദേവൻ മലനിരകൾ, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ മലനിരകളിൽ ഒന്ന്. ഇളം വെയിൽ 100 கிலோ எடுத்தோம்னா 20 to 25 kg தான் அது டீயாக கிடைக்கும், டீ டெஸ்ட்டாக கிடைக்கும். ஸோ இந்த மெயிட்டியோட காசு பார்த்தீங்கன்னு சொன்னால், இப்போ நமக்கு அந்த 1 கிலோவுக்கு 27 கிலோ எடுத்தால் இப்போ 301 ரூபா, அது இப்போ 325 ரூபா வந்துருச்சு அந்த டிஏ எல்லாம் சேர்க்கும் போது. அந்த 325 போக 1 கிலோ நீங்கள் யோசிச்சு பாருங்கள், நீங்கள் எவ்வளோக்கு அந்த டீ வாங்குறீங்க மார்க்கெட்டில். மார்க்கெட்டிங் பண்ணுறது டாட்டா, அதாவது கேடிஎஸ்பி ப்ரொடியூஸ் பண்ணுது, அது அப்படியே டாட்டா வாங்கிட்டு வேறு ஒரு ரேட்டுக்கு இது பண்ணுறாங்க. டீ போர்டோட சைட்டில் உள்ளே போங்க. உள்ளே போனீங்கன்னு சொன்னால் கரெக்டாக எப்போல்லாம் சேலரி கூட போதும் சைட்டில் ஒரு கிராஃபாக வரைஞ்சி பாருங்கள். ஒரு லாஸ்ட் 3 இயர்ஸ் எடுத்துக்கோங்க, அடுத்து ஒரு 3 இயர்ஸ் எடுங்க. அந்த இயரில் பார்த்தீங்கன்னு சொன்னால் அந்த டீயோட ரேட் எப்படி குறையும்னு சொன்னால், இப்போ இந்த இயர் வந்து ஜனவரியில் எங்களுக்கு வந்து சேலரி இம்ப்ரூவ் பண்ணி கொடுத்துருக்கணும்.
இம்ப்ளிமெண்ட் பண்ணி கொடுத்துருக்கணும். ஜனவரியில் கொடுக்கல, இப்போ 9 மாதம் ஆக போகுது, இப்போ வரைக்கும் ஆகலை. இதனால தான் போன தடவை போராட்டம் வந்தது, 9ஆம் மாதம் தான் போராட்டம் வந்தது. இப்போ இம்ப்ளிமெண்ட் இப்போ வரைக்கும் பண்ணலை. அதை பார்த்தீங்கன்னு சொன்னால் இப்போ இந்த சேலரி இம்ப்ளிமெண்ட் பண்ணதுக்கப்புறமா 301 ரூபாய் எங்களுக்கு நவம்பர் மாதம் கொடுத்துட்டாங்க 2015. அதுக்கப்புறமா பார்த்தா அந்த இதோட ப்ரைஸ் வந்து அப்படியே மேலே ஏறி வரும் கிராஃபில், சரிங்களா? அந்த இயர் எண்டு வரும்போது அந்த லாஸ்ட் 2 குவார்ட்டர்ஸ் இருக்குது பார்த்தீங்களா? இப்போ இந்த லாஸ்ட் 2 குவார்ட்டர்ஸ்னு சொன்னால் லாஸ்ட்டு ஜனவரிக்கு முன்னாடி உள்ள 2 குவார்ட்டர்ஸ் ஃபினான்ஷியல் குவார்ட்டரில் அப்படியே அது டவுன் ஆகும். அப்போ இவங்க என்ன தெரியுமா சொல்லுவாங்க, டீயோட ரேட்டு மார்க்கெட் வேல்யூ ரொம்ப கம்மியாகிடுச்சு, ஷேர் வேல்யூ கம்மியாகிடுச்சு, அதனால் சம்பளம் கொடுக்க முடியாதுன்னு சொல்லி. இதெல்லாம் ஒரு கேம்பிளிங் தான், சூப்பராக இருக்கும். இப்போ பார்த்தீங்கன்னா டக்குன்னு 6 கிலோ கூட்டிட்டாங்க. 6 கிலோ கூட்டி இந்த 231 ரூபாய்க்கு 6 கிலோ கூட்டியிருக்காங்க. ஆனால் உண்மையை சொல்லப்போனால் சம்பளம் கூடலை, டிஏ தான் கூடியிருக்கு. எங்களுக்கு டிஏ தான் கூடியிருக்கு. சம்பளம் வந்து 259 ரூபா தான் கிடைக்குது, டிஏ தான் கூடியிருக்கு. இதை யாரும் சொல்கிறதுக்கு நமக்கு முடியல, சொல்ல முடியலன்னா அரசியல்வாதிங்க அப்படியே தடை பண்ணி வச்சுருக்காங்க. பாட்டம் போட்ட காலத்துலேருந்து நாங்கள் இங்கே தான் இருக்கோம். உட்காரதுக்கு ஒரு குடிசை கூட கிடையாது, இது வரைக்கும் தீர்மானத்துக்கு வரலை. இதே சர்க்காரும் செய்து அங்கேயும் செய்து எல்லாம் செய்து ஒரு 5 சென்ட் 3 சென்ட் இடம் கொடுத்தாலும் அதுக்கு வீடு கட்டுறதுக்கு லோன் கொடுக்கவில்லை. பணம் இருந்தால் தான் கட்ட முடியும். வெறும் மனையை கொடுத்து நாங்கள் இதில் போய் சிவிக்க முடியும். கம்பெனிக்காரங்க கொடுக்குற சம்பளம் எங்களுக்கு கட்டுப்படி ஆக மாட்டேங்குது. 4 தலைமுறை தான் இங்கே இருந்துகிட்டு இருக்கோம். ஏன்னா என்னைக்குமே அடிமையாக தான் இருக்கும். பார்ட்டிக்காரங்க மட்டும் 3 பார்ட்டிக்காரங்க இங்கே இருக்காங்க. அவங்கெல்லாம் என்ன நினைச்சாலும் என்ன செய்யலாம். எங்களுக்கு ஒன்றும் கிடையாது. அந்த மாதிரி தான் நாங்கள் ஜீவத்தில் இருக்கோம். எங்களுக்கு கொடுப்பாங்க, ஒரு பாம்பு கொடுப்பாங்க, வீடு கிடைக்கும்னு எழுதி கொண்டு கொடுத்து அதை தூக்கி அவங்க குட்டியில் தொடச்சி சுர போட்டு போயிருந்தாங்க. அது 10 ரூபா 15 ரூபா 20 ரூபா 50 ரூபா எழுதுக்கு வாங்கிட்டு போயிருந்தாங்க. ஆமாம், ஒன்று வரல 10 வருஷம் அந்த பாம்பெல்லாம் நாங்கள் கொடுத்து நாங்கள் வேலை செஞ்சு இந்த 100 வேலை எதுவும் கொடுத்தாங்கன்னா தான் பைசா, இல்லைன்னா எங்களுக்கு ஒன்றுமே இல்லை. மாத்திரை வாங்க போனால் 10 மாத்திரை எடுத்து அவங்க 5 மாத்திரை கொடுப்பாங்க. 5 மாத்திரை இல்லைன்னா நீங்கள் போய் மெடிக்கலில் வாங்கிக்கோங்க. பைசா வேணும், பைசா இல்லை. ஈஸியாக இப்படி தான் எங்கள் வாழ்வு பிழைச்சிக்கிட்டே இருக்கும். പുള്ളിതമിഴ് ഞാൻ എൻ്റെ വീട് പാലക്കാടാണ്, അട്ടപ്പാടിയിൽ. ഞാൻ ഹാരിസൺ മലയാളം ലിമിറ്റഡിൻ്റെ ഇതിലാണ് പണി ചെയ്തത്. അപ്പോൾ അവിടെയും അത്രയും ശമ്പളമൊന്നും ഇല്ലായിരുന്നു. പിന്നെ എന്താ ടെമ്പററി ആയിട്ട് കുറച്ച് അങ്ങനെ പണിതെങ്കിലും അത്രയും ശമ്പളം ഇല്ല. പിന്നെ ബോണസ് അവിടെ ഇപ്പോഴും 8% ബോണസേ ഉള്ളൂ ഹാരിസൺ മലയാളത്തിൽ. ഇപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല, അങ്ങോട്ട് പോകുന്നില്ല, അതുകൊണ്ട് അറിയില്ല. അന്നേരമൊക്കെ ബോണസൊക്കെ കുറവാണ്. ഇവർ ബോണസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ സ്ട്രൈക്ക് ചെയ്തത്. പക്ഷെ ഇവരുടെ കൂടെ കൂടിയില്ല. എന്തൊക്കെയാലും ഗോമതി മേടിച്ചു കൊടുത്ത ശമ്പളം ആണെങ്കിലും അവിടെയുള്ള ആൾക്കാർ ഗോമതിന് വേണ്ടാത്ത രീതിയിൽ പറയും. പാവം അതിപ്പോൾ എന്തോരം കഷ്ടപ്പെടുന്നത്. எனக்கு மட்டும் இல்லை, என்னை சார்ந்த எல்லாருக்குமே பிரச்சனை வந்துச்சு. அந்த 9 நாள் போராட்டத்தில் அரசியல்வாதிங்க கொஞ்சம் பேருக்கு போஸ்டிங் கொடுத்தாங்க, கொஞ்சம் பேருக்கு சூப்பர்வைசர் வேலை கொடுத்துருக்காங்க, கொஞ்சம் பேருக்கு அட்டெண்டராக கொடுத்துருக்காங்க, கொஞ்சம் பேருக்கு பெண்கள் உரிமை போராட்டத்தில் வந்ததுனால பெண்களவே பிரசிடெண்ட்டாக எடுத்து வச்சுருக்காங்க. இது வரைக்கும் இந்த மாதிரி நடந்ததே கிடையாது. சப் கமிட்டின்னு இருக்குது, அந்த சப் கமிட்டியில் பெண்களை பிரசிடெண்ட்டு செக்ரட்டரி எடுத்து வச்சுருக்காங்க. ஏன்னா பெண்கள் எங்கள் கூட வந்துடும், நாங்கள் எடுக்க போகிறோம், பெண்களை நாங்களே எடுக்க போகிறோம், கமிட்டி எடுக்க போகிறோம்னு சொன்னோடனே ஒவ்வொரு டிவிஷன்லேயும் பெண்களை எடுத்து அவங்களுக்கு போஸ்டிங் கொடுத்துட்டாங்க. இது மக்கள் பெரிய போஸ்டிங்னு நினச்சி ஏமாந்தவங்க கூட போயிட்டாங்க. ஆனால் இப்போ தான் அவங்களுக்கு தெரியுது എല്ലാം ഡമ്മീന്ന്. എല്ലാ തരത്തിലുള്ള ജനാധിപത്യ മൂല്യങ്ങളെയും വ്യവസ്ഥകളെയും അതിൻ്റെ അന്തസത്തയെയും ധ്വംസനം ചെയ്തുകൊണ്ട് പൗരൻ്റെ എല്ലാ തരത്തിലുള്ള ഭരണഘടനാ അവകാശങ്ങൾ റദ്ദ് ചെയ്തുകൊണ്ട് ഒരു സമാന്തര ഭരണമാണ് ശരിക്കും അവർ മൂന്നാറിൻ്റെ പരിസര പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള തോട്ടമേഖലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടാറ്റയുടെ യഥാർത്ഥത്തിൽ ഒരു ചരിത്രം തുടങ്ങുന്നത് 1897 നമുക്ക് അവർക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരു ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡിലാണ് മൂന്നാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഈ പ്ലാന്റേഷൻ മേഖല നമുക്ക് തോട്ടം തുടങ്ങുന്നത് നമുക്കറിയാം. തിരുവിതാംകൂറിൻ്റെ സാമന്ത രാജ്യങ്ങളായിരുന്ന
രാജ്യങ്ങളിൽ നിന്ന് അവർ പാട്ടത്തിനെടുത്തിട്ടുള്ള 3ഓളം കമ്പനികൾ. ഒന്ന് കണ്ണൻ ദേവൻ ഹിൽസ് പ്രൊഡ്യൂസിംഗ് കമ്പനി, അതുപോലെ തന്നെ അമേരിക്കൻ ആംഗ്ലോ ഡയറക്ട് ടീ ലിമിറ്റഡ് കമ്പനി, അൽമഗേറ്റഡ് ടീ ട്രേഡിംഗ് കമ്പനി, ഇങ്ങനെ 3 കമ്പനികൾ അവരൊരു 1976 വരെ അവർ ഈ 3 കമ്പനിയായിട്ട് ഏകദേശം ലീഗലി ഏകദേശം 1,26,000-ഓളം ഏക്കർ ഭൂമി അവർ കൈവശം വെച്ചിട്ട് അവർ പ്ലാന്റേഷനായിട്ട് കൊണ്ടുവരുന്നു. ആയിരത്തി 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതോടുകൂടി 1947 ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ആക്ടോടുകൂടി തന്നെ ഈ ഇന്ത്യക്ക് പുറത്തുള്ള കമ്പനിക്ക് ഇന്ത്യയിൽ നിയമപരമായിട്ട് ഭൂമി ഉടമസ്ഥ വെക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇത്രയധികം ഭൂമി ഒരു ഇന്ത്യക്ക് പുറത്തുള്ള ഒരു സ്വകാര്യ കമ്പനി ഉടമസ്ഥതയെ വെക്കുന്നതിനെതിരെ വലിയ തോതിലുള്ള ഒരു രാഷ്ട്രീയ സമ്മർദ്ദം രൂപപ്പെടുകയും 1971 ടാറ്റ ഭൂമി ഏറ്റെടുക്കൽ ഭേദഗതി നിയമം കേരള ഗവൺമെന്റ് പാസ്സാക്കുകയും ചെയ്തു. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ടാറ്റയുടെ ഭൂമി ഏറ്റെടുക്കാൻ പോവുകയും ഇതിനെതിരെ ടാറ്റ ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതിയിൽ നിന്ന് കേസ് പരാജയപ്പെട്ട അവസാനം അത് അവർ സുപ്രീം കോടതിയിൽ പോയി. 1972 ഈ ടാറ്റ അവരുടെ കേസ് പരാജയപ്പെടുകയും സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായി. ടാറ്റ കൈവശം വെച്ചിരിക്കുന്ന മുഴുവൻ ഭൂമിയും ഏറ്റെടുക്കണമെന്ന് പിന്നെ സുപ്രീം കോടതിയുടെ വിധി ഉണ്ടാകുന്നു. അന്ന് കേരള സർക്കാർ ടാറ്റയുടെ കയ്യിൽ നിന്ന് നിയമപരമായി, അതായത് ഒരു പേപ്പർ വർക്ക് മാത്രമാണ് ചെയ്തത്. ടാറ്റയുടെ കയ്യിൽ നിന്ന് ഭൂമി മുഴുവൻ ഇവർ ഏറ്റെടുക്കുകയും ലാൻഡ് ബോർഡ്, അന്ന് ടാറ്റ പറഞ്ഞത് ഞങ്ങൾ കേരളത്തിൽ വന്നത് കൈവശ കൃഷിക്കാരനായിട്ടാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കൃഷി ചെയ്യാനായിട്ടുള്ള അവകാശം തരണം എന്ന് പറഞ്ഞു. അതിന് അവർ ചൂണ്ടിക്കാണിച്ചത് കൾട്ടിവേറ്റിംഗ് ടെനന്റ് എന്ന് പറയുന്ന ഒരു ക്ലോസ് ഉണ്ട്, കൈവശ കൃഷിക്കാരൻ എന്ന് പറയുന്ന ഒരു ക്ലോസ്. നമുക്കറിയാവുന്നതാണ് ഈ ഭൂപരിഷ്കരണത്തിന്റെ ഏറ്റവും വലിയ തട്ടിപ്പ് നടന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ തോട്ടം മേഖലയെ മുഴുവൻ ഭൂപരിഷ്കരണത്തിന്റെ പരിധിയിൽ നിന്ന് അവർ ഒഴിവാക്കി കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പരിധിയില്ലാതെ ഏക്കർ കണക്കിന് ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക്, കൊത്തുകൾക്ക് തോട്ടം മേഖലയിൽ അവർക്ക് ഉടമസ്ഥതയിൽ ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ ലീഗലി 1973 75 ലാൻഡ് ബോർഡ് ഏകദേശം ഒരു 55,700 സംതിങ് ഏക്കർ ഭൂമി ടാറ്റയ്ക്ക് പാട്ടം കൊടുക്കുന്നു. കമ്പനിക്ക് കൊടുത്തിട്ടുള്ള ലാൻഡ് ഈ 56,000 ഏക്കർ ലാൻഡ്സ് മാത്രമാണ്. ഇപ്പോൾ 1,36,000 ஏக்கர் லேண்ட் கொடுத்துருக்கிறது வந்து கம்பெனி வந்து அந்த இல்லீகலாக அந்த 80,000 ஏக்கர் லேண்டை வந்து என்க்ரோச் பண்ணியிருக்காங்க. இந்த 80,000 ஏக்கர் லேண்ட்லேருந்து தான் எங்களுக்கு வந்து இங்கே வாழ்கிற எல்லா தொழிலாளிகளுக்கும் இந்த லேண்டை கொடுத்துட்டா நாங்கள் வந்து கம்பெனிக்கிட்ட அடிமையாக வாழ வேண்டிய ஒரு அவசியம் கிடையாது. 232 ரூபா கூலிக்காகவும் 301 ரூபா கூலிக்காகவும் நாங்கள் போராட்டம் பண்ண வேண்டிய எந்த அவசியம் கிடையாது. எங்களை போராட்டத்துக்கு தூண்டுது இந்த கவர்மெண்ட் தான் சொல்லணும். ஒரு கம்பெனி, ஒரு தனிப்பட்ட ஆள் சம்பாதிக்கிறதுக்காக 80,000 ஏக்கர் லேண்டை இல்லீகலாக என்க்ரோச் பண்ணுறதுக்கு அலோ பண்ணியிருக்கிற இந்த கவர்மெண்ட் எதுக்காக 2 சென்டோ 3 சென்டோ 5 சென்டோ ஏன் கொடுக்க முடியல? எங்களுக்கு ஒரு இடம் கேட்டாலும் ஓபிசிக்கு இல்லன்றதாங்க. அப்புறம் நாங்க என்ன ஈரமண்ண தின்னுட்டு மடத்துல படுத்து கிடக்க? நீங்க எல்லாருக்குமே நமக்கு என்ன கிடைக்கும்? ஒண்ணுமே கிடைக்கல. அப்படி சொல்லாத. எல்லா சாதிகளுக்கும் கிடைக்கும், எங்களுக்கு கிடைக்க மாட்டேங்குது. 2 பையன் சும்மா அந்த காட்டேஜ்ல போய் வேலை பார்க்கு. அது வேலை பார்த்து என்ன செய்ய, நம்ம வீடு வர்ற வரைக்கும் கவலைப்பட்டு தான் இருக்கும். படிக்கிறதுக்கு வழி இல்லாம சொல்ல போனா வேலைக்காரங்க அப்போ ஓட்டு போடுறதுக்கு மட்டும் வேலைக்காரங்க இந்த என்ன செய்யாம கொடுத்த கூட ஒரு சலுகையும் இல்லையே. ஒரு கடவு இத்தனை கூட பிள்ளைகளுக்கு கிடையாது, ஒண்ணும் கிடையாது. எங்கிட்ட கிறிஸ்டின்காரங்க நீங்க அப்படின்றதால வார்த்தையில
ஓட்டு போடாம இருக்கமா இந்த ஒண்ணு சாமி மட்டும் தானே வேற கும்பிடுதாக தாய் வயிற்றுல இருந்து தானே பிறந்து வந்திருக்கோம். எங்க சில்லாவுல இருந்தா வந்துட்டோம். எல்லாமே இந்த மாதிரி பிரச்சனைகள் எல்லாம் மாத்தணும். ஆமா ஒண்ணு அவர் இஷ்டத்துக்கு தான் சாமி கும்பிடுது, அவர் ஒரு இஷ்டத்தை கும்பிடுவாங்க. அது அந்த சாமி கும்பிடுறாங்க, அவங்களுக்கு இல்ல இந்த சாமி கும்பிடுறாங்க, அதெல்லாம் இருக்க கூடாது. ஆமா மனுஷர் தானே வேலையும் வேணும், வீடுக்கும் சொல்லியிருக்கோம், அதையும் பாருங்க. என்ன நீ உங்களை சொல்லிருக்கோம் சொல்லி சொல்லி நாங்க கலந்து உங்களுக்கு வீடு வேணும். பஞ்சாயத்துல போய் இப்படி வரிசையா கூப்பிட போய் நின்று 10 வருஷம் அவரு ஒரு வரிசையில இருந்து ஒரு வளர்ந்து வளர்ந்து இங்கேயே பிறந்து வளர்ந்துருக்கோம். எங்க ஊருக்கு எங்க போக இது ஒன்றும் பேச தெரியாது, பாதுகாப்பு இல்லை. அக்கா தான் பார்த்துருக்கேன். நான் போயிட்டா இது ஒரு வழி இல்லை. நூற்றுக்கு 90% இங்க வீடு இல்லாம தான் இருக்கும். 90% வீடு இல்லாம வேலை இல்லாம எல்லாம் கம்பெனிக்காரன் 50 டேஸ் கழிஞ்சாலே பின்ன எல்லாருக்கும் வீடு போட்டாதான் பைசா அடைக்கும். வீடு வேணுங்களா അവിടെ இருக்கும். பைசாவும் கூடுதலாம் கிடையாது. இந்த நாட்டுக்காரங்க ஒரு லட்சம் கொடுப்பாங்க. எல்லாம் ഇവിടെ തന്നെ இருக்கும். எலெக்ஷன் சமயம் மேதாக்குமார் ഇവിടെ ഒന്ന് പറയും എല്ലാവർക്കും സ്ഥലം തരാം, നിങ്ങൾ വീട് വെച്ച് തരുവാണ്. ഇതുവരെ ഒരു സ്ഥലം കൊടുക്കില്ല, ഒന്നും കൊടുക്കില്ല. நடக்க மாட்டோம். நீங்க கூட கம்பெனி வேலையை பார்த்து எல்லாம் ரிட்டையர்ட் ஆகி வீட்டில் இருக்கு. எல்லாம் ஒரு வீடை காத்து சும்மா தான் இருக்கு. இதெல்லாம் ஒன்றும் இல்லை, பேசவும் செய்யாது. தாய் கூட நம்ம சேர்த்து போனா இது தெருல தான் நிற்கணும், ஒரு வழி இல்லை, வீடும் இல்லை. 2 பேரும் 2 வீட்டில் இருக்கு. அது சொத்து இல்லை, ஒன்றும் இல்லை, எனக்கும் இல்லை, எனக்கு ஹஸ்பண்ட்ல யாரும் இல்லை. என் பிள்ளைய கூட தான் வாழ்ந்துட்டு என்னையில பார்க்கலாம் யாருமே இல்லை. என் மகனும் பார்க்க எனக்கு நானே அனாதை. என் மக பார்த்து கஞ்சி கொடுக்குறேன், எனக்கு வேற யாருமே எந்த வசதியுமே அனாதையா. ஹஸ்பண்ட் மடிச்சு போய் பஸ்ல போகும்போதே மடிச்சு போய் அவங்க பார்த்து கஞ்சி கொஞ்சம் கொடுத்தா அதான் வேற யாருமே என்னை பார்க்க யாருமே. கணவன் இல்லை, பிள்ளைகள ஆம்பளை பிள்ளை இல்லை, 2 பெண் பிள்ளைகள ஒண்ணு மறைச்சு போய் ஒரு பிள்ளைய கூட இப்ப தமிழ்நாட்டுல வேலை கேரளாவில வேலை செய்யல. அதுக்கு ஒரு பித்தி சோகம் இல்லாம அது வாட்டுக்கு அடைஞ்சிட்டு இருக்கு. இப்ப நான்லாம் சும்மா இருக்கு, வீடா இருக்க இடம் இல்லை. இப்ப கம்பெனியில இது வீடை அடைச்சு கொடுக்க வச்சுட்டா எனக்கு வீடு இல்லை. நான் ஒரு அனாதையா இருக்கேன். 60 வயசுக்குள்ளதுல எழுதி கொடுக்க சொன்னாங்க, அதுவும் கூட எனக்கு அதுவும் கிடைக்கல. ஒரு 600 ரூபா கம்பெனி பென்ஷன் மட்டும்தான் எனக்கு உண்டு. சார் தான் எங்களுக்கு ஏதாச்சும் ஒரு உதவி செய்யணும். நாளைக்கு மறிச்சாலும் எங்களுக்கு வீடு கூட ஸ்தலம் ஒரு தெருவில் படுத்துருவோம். தெருவில் எடுத்துதான் எங்களுக்கு செய்யணும், அடக்கம் பண்ணணும். அந்த நிலைமையில தான் இன்னைக்கு ஒரு வீட்டுல ஒரு பிள்ளைய தூக்கி நான் வகுத்த கழுவுது. ஒரு பிள்ளை தூக்கி 12 வருஷம் தான் எஸ்டேட்ல வேலை பார்த்தது. அது பிறகு வேலையை செய்யலை. அந்த கண்ணில் ஒரு ஈத்த இடிச்சிச்சு, அதுல இருந்து ரிட்டையர்ட் முடிச்சாச்சு. செத்தாலும் கூட அந்த குடிசையில் இருந்தாலும் சாவும் இல்லை. வீடு இல்லாதவர்களுக்கு வீடு தரோம், கணவன் இல்லாதவனுக்கு ஒரு உதவி ஏதாச்சும் தரோம், ஆம்பளை பிள்ளைனா அதுக்கு தக்கன ஏதாச்சும் தரோம். எதுவுமே கிடையாது, இன்னொரு வரைக்கும் எதுவுமே கிடையாது. கம்பெனி உள்ள அந்த 600 ரூபா, அது கூட 600 ரூபா இல்லை, 450 ரூபா. ஏமாத்தாங்க சொல்லுங்க, எழுதிலாம் பாம்பெல்லாம் எழுதி கொடுத்து ஏமாத்தாங்க அப்படின்னு சொல்லுங்க. எல்லாருமே எழுதி கொடுத்து ஏமாத்தாங்க. எத்தனையோ விண்ணப்பங்கள் எழுதி கொடுத்தாச்சு. இப்ப கூட இந்த 60 வயசுக்குள்ளது எழுதி கொடுத்து 1 வருஷம் ஆச்சு. அவரோட காப்பி எடுத்து கூட நான் இப்ப வச்சிருக்கு. நான் கொண்டு போய் அந்த லிஸ்ட்டை கொண்டு ஒரு பில்லு கொடுத்துருக்கு. அதை கொண்டு கேட்கையில அது பையா வரும், அது பையா வரும். 600 ரூபாய் வச்சு நான் எப்படி வருவேன்? இருக்க இடம் இல்லை, வீட்டை விட்டு வெளியே போட சொல்ல எங்க இடம் இல்லை சார். இப்ப கம்பெனி எங்களை கழிக்கும். மக சோரிசி இல்லைன்னா மகளை கம்பெனி வரட்டும், நீ வீடை கூட்டிட்டு நீ போகணும். ஒரு வழியும் இல்லை. அஞ்சாலும் மறைச்சாலும் கவர்மெண்டாச்சும் எடுத்து எங்களுக்கு அடக்க செய்ய ஒரு அனுமதி வரும்.
സെന്റ് ഭൂമി കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യാനാണ്? എല്ലാവർക്കും 10 സെന്റ് ഭൂമിയെങ്കിലും ചുരുങ്ങിയത് കിട്ടണം. കുറ്റ്യാർവേലി പ്രദേശത്ത് LDF ഗവൺമെന്റ് കാലത്ത് അന്ന് 10 സെന്റ് ഭൂമി കൊടുക്കണമെന്ന് തീരുമാനിച്ചത് ഇതുവരെ ഗവൺമെന്റ് നടപ്പാക്കിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ സമരം ഒരു പൊട്ടിത്തെറിയായി മാറിയത് വളരെ കാലമായിട്ടുള്ള അവഗണനയുടെ ഫലമാണ് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞു. ഇവിടെ നിങ്ങൾ താമസിക്കുന്ന വീടിന് ലയങ്ങൾ എന്ന് പേര് കൊടുക്കുക. ഇവിടെ കുറേ ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് ബംഗ്ലാവ്, അവർക്ക് ഇഷ്ടം പോലെ ഇൻസെന്റീവ് എഴുതിയെടുക്കുക. തൊഴിലാളിക്ക് ഒന്നും കൊടുക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ ഈ സമരരംഗത്ത് നിങ്ങൾ ഉറച്ചു നിൽക്കണം. ഈ സമരം വിജയിക്കുന്നവരെ വിടാൻ പാടില്ല. എന്തെല്ലാം പ്രത്യാഘാതം ഉണ്ടായാലും ഈ സമരം വിജയിക്കണം. ഈ സമരത്തിനോടൊപ്പം ഞങ്ങളുണ്ടാകും. ഈ സമരം തീരുന്നവരെ ഇതിനെല്ലാവിധ പിന്തുണയും കൊടുക്കും. ദിവസക്കൂലി 500 രൂപ എന്ന തേയില തൊഴിലാളികളുടെ ആവശ്യം അപ്രായോഗികമാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഇത് അംഗീകരിച്ചാൽ തോട്ടമേഖല സ്തംഭിക്കുമെന്നും തൊഴിൽ മന്ത്രി പറഞ്ഞു. ഞാൻ ആശങ്കയോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ വീക്ഷിക്കുന്നത്. കാരണം എല്ലാവർക്കും അറിയാവുന്നതുപോലെ തോട്ടം മേഖലയിൽ, പ്ലാന്റേഷൻ മേഖല ആകെ ഒരു പ്രതിസന്ധിയെ നേരിടുകയാണ്. പ്രത്യേകിച്ച് റബ്ബറിൻ്റെ വിലയിടിവ്, തേയിലയുടെ വിലയിടിവ്, ഏലത്തിൻ്റെ വിലയിടിവ്. ഈ പശ്ചാത്തലം എല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് നമുക്കിനി മുന്നോട്ട് പോകേണ്ടത്. പൂച്ച, പഴയ നമ്മുടെ പൂച്ച. ഗവൺമെന്റ് ഹൗസിൽ, ഗസ്റ്റ് ഹൗസിൽ കുടിയും സകല പണിയുണ്ടായിരുന്നു. പെമ്പിളെ ഒരുമ നടന്നു. അന്നും കുടിയും സകല വൃത്തികളും നടന്നിട്ടുണ്ട് അവിടെ. മനസ്സിലായില്ലേ? ആ വനത്തിൽ ആ അടുത്തുള്ള കാട്ടിലായിരുന്നു പണി എന്ന്. ഒരു DVSP ഉണ്ടായിരുന്നു അന്ന്. എന്നാ സജിയോ? ആ, എല്ലാരും കൂടെ കൂടി. ഇതൊക്കെ ഞങ്ങൾക്കറിയാം. கூலிக்கு வேண்டி வந்தவங்க நாங்க சும்மா விட மாட்டோம். எம்மமணியா இந்த டவுன்ல நாங்க பப்ளிக்ல உட்கார்வோம். எங்க கால்ல வந்து மன்னிப்பு கேட்டு விழுந்த மன்னிப்பு கேட்காம எம்மமணி விட மாட்டோம். எம்மமணி வந்து நேத்து நாங்க பப்ளிக் மீட்டிங் போட்டிருக்கோம். இவங்கெல்லாம் சேர்ந்து சிஏ வந்து எம்மமணியோட ஆளு எங்களுக்கு பப்ளிக் மீட்டிங்க்கு பெர்மிஷன் கொடுக்கல. நடு ரோட்ல போய் நாங்க உட்கார்ந்துருந்தோம். அப்பயும் பாண்டிக்கார பண்ண பிள்ளையாடி மக்களுக்கு பெர்மிஷன் தர மாட்டோம். இதே சிஏ சொன்னாரு. சிஏக்கு நேரம் நடு ரோட்ல நாங்க உட்கார்ந்துருக்கோம். தோட்டம் தொழிலாளி தலித் பெண்கள் சொல்றாரு எங்க. அப்ப தலித் பெண்களுக்கு பேசக்கூடாதா? தலித் பெண்களுக்கு போராட வரக்கூடாதா? இதெல்லாம் பார்த்துக்கிட்டு இருக்க ஒவ்வொரு பெண்களோட ரத்தமும் கொதிச்சு இந்த 3 ஆளுக்கு எங்களுக்கு சப்போர்ட்டா வரணும். எம்மம்மணி ராஜி வைக்காம நாங்க விட மாட்டோம். இது மட்டும் இல்ல, என்ன காரணத்தினால நீங்க என்னத்த கண்ண கொண்டு பார்த்த? இந்த பொம்பளைங்க நடுரோட்ல உட்கார்ந்து இந்த பொம்பளைங்களை என்னத்த நீ கண்ண கொண்டு பார்த்த? நீ உன் பாட்டியை வளர்க்க வந்தியா? பெண்ணுங்களை கேவலப்படுத்த வந்தியா? உன்னால பாட்டிக்கு அவமானம். நீ பாட்டியில இருக்க கூடாது, உன் பதவியில இருக்க கூடாது. உன் பாட்டி நீ எல்லாம் ஒரு ஆளு. உன் பதவியை ராஜினாமா வைக்கணும். எம்மமணி யாரு? யாரு கண்டாரு? பொம்பளைங்க மாடத்தோட பொழைக்கிற பொம்பளைங்க. ஒரு சிபிஎம்ன்ற பார்ட்டிக்கு போயிட்டு ஒரு ரூலிங் பார்ட்டி ஒரு பொண்ணு தனியாக ஒரு பொண்ணு போயிருக்கேன். அந்த பொண்ணுக்கு எவ்வளோ பாதுகாப்பு கொடுக்கணும், இல்லை அவளுக்கு கொடுத்த வாக்கை நம்ம பாலிச்சு கொடுக்கணுமே அப்படின்ற ஒரு இதெல்லாம் இல்லை. முடியாதுமா, இங்கே இடம் இல்லைம்மா, கம்பெனியை வச்சு உங்களை வச்சு தான் கம்பெனிக்கு 50 கோடி நஷ்டமா, நீங்கள் தான் முத்ரா வாக்கியம் கூப்பிட்டு ஆளை கூப்பிட்டீங்களாம். கேவிசிசி சொல்கிறார் பிரசிடென்ட், சிபிஎம்மோட பிரசிடென்ட் சொல்கிறார், இங்கே உள்ள ஒரு மூணா இருக்கார், நீ தான் உன்னை வச்சு தான் கம்பெனிக்கு 50 கோடி நஷ்டம், உன்னை எப்படி கம்பெனி சர்ச்சைக்கு எடுத்துக்கிறோன்னு. இது 1 வருஷத்துக்கு முன்னாடி நீங்கள் சொல்லியிருக்கலாம்ல. 1 வருஷத்துக்கு முன்னாடி நீங்கள் என்னை கூப்பிட்றதுக்கு முன்னாடி சொல்லியிருக்கலாம்ல. உன் தலைமையில் 10 சென்ட் இடம் கொடுக்குறேன்னு சொன்னீங்க. ஏன் தோட்டம் தொழிலாளி இடம் இல்லாமல் இங்கே எவ்வளோ கஷ்டப்படுறாங்கன்னு எனக்கு தான் தெரியும். உங்களுக்கும் தோட்டம் தொழிலாளிகளுக்கு எந்த சம்மந்தமும் கிடையாது. ஏன்னா தோட்டம் தொழிலாளியோட மகளாக வாழ்ந்து நான் ஒரு கூலி தொழிலாளியாக இன்ன வரைக்கும் வாழ்ந்துட்டு இருக்கேன். அப்போ எனக்கு தெரியும் என் மக்களோட கஷ்டம் என்னன்னு அப்படின்னு அவங்கள்ட்ட சண்டை போட்டு இறங்கினப்போ அப்போ கோமதி இதை பெரிய பிரச்சனையாக்கி விட்டுருவா அப்படின்னு சொல்லிட்டு தான் மணியாசா வந்து இப்படி பேசினார். அவர் வைத்திய மந்திரி இப்படி பேசினோடனே அவருக்கு எதிராக போராட்டம் பண்ணால் யாருமே வரல. பயம் ஒன்றும் கம்பெனி வீடு இல்லை அவங்களுக்கு. மணியாசானாலே பயம். கேரளத்தில்
மூணாரில் மணியாசான்னு சொன்னாலே பயம். ஏன்னா அவர் 1 2 3ன்னு சொல்லியிருக்காரு. அடிச்சு கொண்டிருக்கேன், தள்ளி கொண்டு இருக்கோம், தூக்கி கொண்டு இருக்கோம், குத்து கொண்டு இருக்கோம்லாம் பேசும்போது அவர் அவர் பின்னாடி இருந்து 4 பேர் கைதட்டுவாங்க. அவர் என்ன பேசினாலும் கைதட்டி உற்சாகப்படுத்துவாங்க. அவர் கெட்ட வார்த்தை பேசினாலும் அதுக்கு கைதட்டி சந்தோஷப்படுற ஆள் இருக்காங்க. இது மக்கள் புரிஞ்சுக்கிறல்ல. வந்தவங்க போராட்டத்துக்கு வந்தவங்கள போலீஸே திருப்பி விட்டாங்க. எங்களவே அவ்வளோ டார்ச்சர் பண்ணாங்க போராட்டத்தில். ஆனாலுமே இப்போ பார்த்தீங்கன்னா மக்களுக்கு இப்போயும் நாங்கள் என்ன சொல்கிறோன்னா, நான் கூலிக்கோ போனஸ்க்கோ இப்போயும் பார்த்தீங்கன்னா 12% போட்டிருக்காங்க போனஸ் இந்த வருஷம். ஏன்னா இவங்களை கேட்க ஆள் இல்லை. கோமதின்ற உள்ள அடித்து அமர்த்திட்டோம், அவ இனி தொழிலாளிகளுக்கு வேண்டி வரமாட்டா அப்படின்னு நினைக்கிறாங்க. கண்டிப்பாக நான் அப்படிலாம் இல்லை. என்னோட வீட்டுக்காரரே காங்கிரஸில் கூப்பிட்டாங்க. ஏகே மணி என்ன கூட இருக்காரு எங்கள் வீட்டுக்காரரு. கூப்பிட்டு எனக்கு எதிராகவே எங்கள் வீட்டுக்காரரை பேட்டி கொடுக்க வச்சாங்க. என் குடும்பம் போச்சு. என் பிள்ளை கேரளா டீமுக்கு செலக்ட் ஆகிருந்தான் ஃபுட்பாலில். கேரளா டீமுக்கு செலக்ட் ஆகி சென்னையில் போய் பீகார் கூட விளையாண்டு ஜெயிச்சுட்டு வந்தான் என் பையன். எம்எம்என் ஏற்றனால என் பையனோட வாழ்க்கை போச்சு. என்னோட வாழ்க்கை போச்சு, என்னோட வேலை போச்சு. நான் என்னோட ஊர் சொந்தம் பந்தம் எல்லாத்தையும் விட்டுட்டு இன்றைக்கி மூணார் காலனின்ற இடத்துல வந்து நான் வாடகை வீட்டில் இருக்கேன். ஏன் நான் என்ன கேட்குறேன்னா 10,000 தொழிலாளி வந்தாங்களா, அதில் ஒரு ஆள் தானே நான். என்னை ஓட்டு போட்டு எடுத்து வச்சுருக்காங்க. 2 பஞ்சாயத்து மெம்பர் ஜெயிச்சாங்க. அவங்க காங்கிரஸ் போனதுனால அவங்களுக்கு எந்த பிரச்சனையும் கிடையாது. 2 பேரும் காங்கிரஸ் பரண வேணுன்றதுனால காங்கிரஸ் காசு வாங்கிட்டு காங்கிரஸுக்கு போயிட்டாங்க. அவங்களுக்கு இது வரைக்கும் எந்த பிரச்சனையும் கிடையாது. ஏன் லிசி சேச்சி இந்த போராட்டத்தில் இருந்தவங்க தானே. கேரளமே வாழ்த்தது இல்லை லிசி சேச்சியை. லிசி சேச்சி மேலே ஏன் கேஸ் இல்லை? ஏன் ராஜேஸ்வரி அக்கா இருந்தாங்களே, ராஜேஸ்வரி அக்காவுக்கு ஏன் இவ்வளோ பிரச்சனை இல்லை? கம்பெனி ஏன் டிஸ்மிஸ் பண்ணலை அவங்கள? நான் இது பொறாமையில் சொல்லலை. ஏன் என்ன டிஸ்மிஸ் பண்ணாங்க? மனோஜை ஏன் டிஸ்மிஸ் பண்ணாங்க? ஏன் அவங்களும் பெண்கள் உரிமையில் யூனியன் ரெஜிஸ்டர் பண்ணியிருக்காங்கல்ல, அவங்களே ஏன் டிஸ்மிஸ் பண்ணலை? என்ன மட்டும் ஏன் டார்கெட் பண்ணுறாங்கன்னு தான் நான் கேட்குறேன். സാക്ഷരത നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പിന്നെ അത് വേറെ വരും പാർട്ടിക്കാർ അറിയിക്കണ്ടോ? പിന്നെ അറിയില്ലടാ, പിന്നല്ലടാ ഈ പാർട്ടിക്കാർ തിന്ന കാരണം പിന്നെ നമ്മൾ മിണ്ടാണ്ടിരുന്നാലത് പഴയ പാർട്ടി പ്രവർത്തനമാണ് ക്ലിയർ. അന്നത്തെ ആൾക്കാർ കുറവാണ്. നേരിട്ട് അറിയണം. കോതമംഗലത്തെ എം എൽ എ എടുത്തുകൊണ്ട് കോതമംഗലം ലേബർ മീഡിയം അങ്ങനത്തെ പുള്ളികളാണ് കഴിയുന്നത്. നിയമസഭ നേരത്തെ കഴിഞ്ഞുള്ളൂ. അത് കോതമംഗലത്തെ ലേബർ മീഡിയം ഉണ്ടാവും. നമ്മളിപ്പോൾ ഇപ്പോൾ ബസ് സ്റ്റാൻഡിരിക്കുന്നോട്ട് പുള്ളി വന്ന് ചാടിയപ്പോൾ അന്ന് ഞാൻ വീഡിയോ ലേബർ മീഡിയം താലൂക്ക് ആശുപത്രിയുടെ തൊട്ട് കയറണം. ഈ ഭൂമി കഴിച്ചു കൊടുക്കുന്ന പരിപാടിയില്ല. ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇല്ല. പിന്നെ ഗൗരിയമ്മ എന്ന് പറഞ്ഞാൽ ഗൗരിയമ്മയാണെന്ന് വെച്ചാൽ ഭൂമി കഴിച്ചു കൊടുത്തത് 66 67 കണ്ട EMS ഇതാണ് കുഴപ്പമില്ല. EMS ഈ മിച്ച ഭൂമി കംപ്ലീറ്റ് ആൾക്കാരും പതിച്ചു കൊടുക്കും. പക്ഷെ അത് മൂന്നാർ ഭാഗങ്ങളിൽ അങ്ങനെ ഉണ്ടായോ? മൂന്നാർ ഭാഗത്ത് ഉണ്ടായില്ലല്ലോ. മൂന്നാർ ഭാഗം എന്ന് പറയുമ്പോഴത്തേക്ക് അത് തമിഴ്നാടുകാരുടെ കയ്യിലായിരിക്കും. അല്ല, തമിഴ്നാട്ടുകാരുടെ കയ്യിലായതുകൊണ്ടാണോ എന്നാ മറ്റേ നിയമം നടക്കുന്നത്? അവർ കംപ്ലീറ്റ് അവിടെ കയറി കൂടി. സമരത്തിൽ നേതൃത്വം നൽകുന്ന ഗോമതിക്കെതിരെ പൊമ്പിളയൊരുമ പ്രസിഡന്റ് ലിസി സണ്ണി രംഗത്ത് വന്നു. ഗോമതിയെ പൊമ്പിളയൊരുമയിലേക്ക് സ്വീകരിച്ചിട്ടില്ലെന്നും ഒരു തൊഴിലാളിയും ഗോമതിക്കൊപ്പമില്ലെന്നും ലിസി വ്യക്തമാക്കി. സ്റ്റാർ ആകാൻ മാത്രമാണ് ഗോമതിയുടെ ശ്രമം. തൊഴിലാളികളെല്ലാം ഗോമതിക്കെതിരാണെന്നും ലിസി സണ്ണി പീപ്പിൾ ടിവിയോട് പ്രതികരിച്ചു. ഞങ്ങൾക്ക് ഒന്നും അറിയില്ല മേഡം. ഇത് ഈ ഗോമതി വന്ന് പൊമ്പിളയൊരുമയിലേക്ക് ഇതുവരെയും ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല. ഗോമതി പൊമ്പിളയൊരുമയിലേക്ക് വന്നിട്ടില്ല. അവള് CPM പോയത് പിന്നെ അവൾക്ക് ഒരു ചാനലിന്റെ മുമ്പിലേക്ക് അവൾക്ക് വരാൻ പറ്റിയിട്ടില്ല. അവള് പുറത്തേക്ക് വന്നിട്ടില്ല. അവൾക്ക് ഒന്ന് സ്റ്റാർ ആകണം. ഈ പ്രശ്നം വെച്ച് അവൾക്ക് ഈ ചാനലിന്റെ മുമ്പിലെല്ലാം അവൾക്ക് ഒരു സ്റ്റാർ ആകണം. അതിനു വേണ്ടിയിട്ട് ഈ പ്രശ്നം ഉന്നയിച്ച് ഇതൊരു കാരണം മാത്രമാക്കി മാറ്റി 4 മണിക്കൂറായി സമരം തുടങ്ങിയിട്ട്. ഏതെങ്കിലും എസ്റ്റേറ്റിന് ഏതെങ്കിലും തൊഴിലാളി അവതരിപ്പിച്ചിട്ടുണ്ടോ? ആരാണ് അപ്പൊ ഇതിന്റെ പിന്നിലെന്നാ ലിസി മാഡം
സംശയിക്കുന്നത്. ഇതിന്റെ പിന്നിൽ ആര് കളിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല മേഡം. സത്യം പറഞ്ഞു ഇത് കുമ്പള ഒരുമയെന്ന് പറയാൻ ഇവളില്ല. ഇവളെ ഞങ്ങളെ ചെയ്തിട്ടില്ല. ഇവള് കുമ്പള ഒരുമയിൽ വന്നിട്ടില്ല. കുമ്പള ഒരുമ എന്നായാലും അത് ശക്തമായി എമ്മണി പറഞ്ഞോ? എമ്മണി ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? 19 ദിവസം കിടന്നു, റോട്ടിൽ കിടന്നു. എമ്മണിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? എമ്മണി ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? നമ്മൾ ഒരു പ്രക്ഷോഭം കാണിക്കണം, ഒരു ഒരു അറിയിപ്പ് നമ്മൾ കൊടുക്കണം, അതിനൊരു എതിർപ്പ് നമ്മൾ കൊടുക്കണം. അത് ശരിയാണ്. നമ്മൾ ഒരു മുദ്രാവാക്യം വിളിച്ച് നമുക്ക് അതിനുള്ള സ്വാധീനമേ ഉള്ളൂ. നമ്മൾ ഒരു മുദ്രാവാക്യം വിളിച്ച് ഒരു ടൗണിൽ ഒരു 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 ഉള്ളയാള് വെച്ച് നമ്മൾ പിരിഞ്ഞു പോയിരിക്കണം. അത്രയും ദിവസം അവിടെ ഇരുന്ന് അത് നമ്മളെ ഇല്ലായ്മ ചെയ്യപ്പെട്ടു. ആ എമ്മണിയുടെ സമരം കൊണ്ട് നമ്മളെ ചുട്ട് കരിച്ചു കളഞ്ഞു. അതിന്റെ ആവശ്യമില്ലായിരുന്നു എന്നാ ഞാൻ പറയുന്നത്. ഞാൻ ഇപ്പോഴും അതിനോട് എതിർപ്പാണ്. 5 നൂറ്റാണ്ട് കാലം യൂണിയൻ കൊണ്ടു നടന്ന് അവര് സൂയിച്ച് ജീവിക്കുന്ന യൂണിയൻകാരുടെ മധ്യയില് പെട്ടെന്ന് 6 മാസം കൊണ്ട് ഉണ്ടായ ഒരു പെമ്പിള ഒരുമേനെ സുഖസുന്ദരമായിട്ട് നീ ഇരുന്ന് ഞങ്ങളുടെ മേളിലിരുന്ന് നീ സൂയിച്ചോ എന്ന് പറഞ്ഞ് പാർട്ടിക്കാരെ ഞങ്ങളെ അങ്ങ് വിടുവോ? ഞങ്ങൾ അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? മുള്ളിൽ ഞെരുങ്ങിയാണ് ഞങ്ങൾ ഈ സംഘടന ഉണ്ടാക്കിയത്. മുള്ളാണ് ഞങ്ങൾക്ക് ചുറ്റും, തീയാണ്. ഈ തീയിലാണ് ഞങ്ങൾ നിന്ന് വെന്താണ് ഞങ്ങൾ ഓരോ ഭാഗവും വേവിച്ചാണ് ഞങ്ങൾ ഈ സമരം നടത്തിയത്, ഈ സംഘടന ഉണ്ടാക്കിയത്. അപ്പൊ നമ്മൾ കുറേശ്ശെ അത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മൾ സ്ത്രീകളാണ്, നമ്മൾ പഴി കേൾക്കുന്നവരാണ്. നമ്മളെ എല്ലാം പറയും. നല്ല സാരി ഉടുത്ത് പുറത്തിറങ്ങിയാൽ നമുക്ക് നടക്കാൻ പറ്റുമോ? എന്തെല്ലാം പറയണം? ഒരു ബാൻഡ് ബാഗ് ഇട്ട് പോകാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ സ്ത്രീകളായോണ്ട് അതൊക്കെ നമ്മൾ തട്ടിക്കളഞ്ഞു പോണം, തിരിഞ്ഞു നോക്കാതെ പോണമെന്നാണ് ഞാൻ പറയുന്നത്. ആ സമരം ആവശ്യമില്ലായിരുന്നു, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. லிசி சேச்சி எங்களோட எல்லாருமே மொத்தமாக கூட்டாக தான் வந்தது. நாங்களாம் லிசி சேச்சியை நாங்கள் வெளியிடத்துக்கு போக வர எல்லாருமே தமிழ்காரங்க, இங்கே எல்லாருமே தமிழ்காரங்க. அப்போ லிசி சேச்சி மலையாளம் ஆகும்போது இப்போ கேரளா ஃபுல்லாக ஒட்டுமொத்த மந்திரிமாரும் ஆஃபீஸரும் எல்லாருமே மலையாளியாக இருக்கிறதுனால அவங்க நல்லா மலையாளத்தில் பேசுவாங்க, எடுத்து சொல்லுவாங்க, எங்களோட அவஸ்தையை புரிய வைப்பாங்கங்கிறதுக்காக வேண்டி நாங்களே அவங்களுக்கு ஒரு தலைவர் ஸ்தானத்தை கொடுத்து அவங்களும் தைரியமாக பேசுவாங்க. எல்லாத்துலேயுமே முன்னாடி நின்று எங்களுக்காக வேண்டி நிறைய கஷ்டப்பட்டிருக்காங்க. அதனால அவங்கள நாங்களே தெரிஞ்செடுத்து லிசியை தலைவராக போடணும், பிரசிடெண்ட் ஆக்கிட்டோம். എൻ്റെ സെക്രട്ടറി വന്ന് രാജേശ്വരിയാണ്. രാജേശ്വരിയും ഗോമതിയും രണ്ടുപേരും സ്വന്തത്തിലുള്ളവരാണ്. ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഞാൻ മലയാളിയല്ലേ, എന്നെ പുറന്തള്ളിക്കൊണ്ട് ഇവർ രണ്ടുപേരും കൂടി സെല്ല എൻ്റെ കൂടെ നിന്നു. അതേപോലെ ജനങ്ങളെല്ലാം എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഇവർ എന്നെ പുറത്താക്കിക്കൊണ്ട് ഇവർ യൂണിയൻ കൊണ്ടുപോകാനുള്ള ഇതിൽ ഇവർ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കിത് ഭയങ്കര വിഷമമായി. ഇത്രയും നാൾ നമ്മൾ നിന്ന് ഇതെല്ലാം രജിസ്റ്റർ ചെയ്ത് പൈസ ഞാനും സെല്ലയാണ് മുടക്കിയേക്കണേ. 2 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് മുടക്കുന്നുണ്ട്. മീറ്റിംഗ്, പബ്ലിക് എല്ലാ ചിലവും ഞങ്ങളാണ്. മിനിസ്റ്ററൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ചിലവും ഞങ്ങൾ നടത്തി യൂണിയനൊക്കെ രജിസ്റ്ററൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി പയ്യെ വന്ന് ഞങ്ങൾക്കുള്ളി അടിയുണ്ടാക്കി, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. പുള്ളിക്കാരത്തി വാട്സപ്പിലൊക്കെ ഭയങ്കരമായിട്ട് എന്നെ ചെല്ലനെയൊക്കെ ഇട്ട് ഞങ്ങളിങ്ങനെ പൈസ അടിച്ചു മാറ്റി. അതുകൊണ്ട് അവരെയൊക്കെ പുറത്താക്കി. ഞാനാണ് ഇപ്പോൾ പെമ്പിള ഒരുമയുടെ ആൾ എന്നും പറഞ്ഞാണ് പുള്ളിക്കാരത്തി. അതിനൊന്നും ഞങ്ങൾക്ക് വിഷയമൊന്നുമല്ല, പ്രശ്നമൊന്നുമല്ല. പക്ഷെ ഞങ്ങളെല്ലാവരും കൂട്ടാണ്. ഇപ്പോൾ கோமதியை ഞങ്ങൾ പുറത്താക്കി. லிசி தான் கேரளத்தில் இருக்கணும், கோமதின்றவ தமிழ்காரி இங்கே இருக்கக்கூடாது, லிசின்ற ஒரு ஆள் இருக்கணும்னு சொல்லி லிசி சேச்சியை ஏற்றி விட்டு லிசி சேச்சி எனக்கு எதிராக மாற்றிட்டாங்க.
அதில் வந்த பிரச்சனை தான். பின்ன லிசி சேச்சிக்கு பிரசிடென்ட் போஸ்டிங் கொடுக்குறதுல எங்களுக்கு எந்த மறுப்புமே கிடையாது. ஏன்னா லிசி சேச்சி என்னை விட 10-20 வயசுக்கு மூத்தவங்களா இருப்பாங்க. அவங்கள மாதிரி ஒரு ஆள் தான் போஸ்டிங்கில் வரணும். அப்படி தான் நாங்கள் சொன்ன சேச்சி உங்களை விட மாட்டோம், எங்களுக்கு வேண்டி சர்ச்சுக்கு போயிருக்கீங்க, நீங்கள் தான் பிரசிடென்ட் அப்படின்னு சொல்லி லிசி சேச்சியாக சொன்னதுக்கு இது கூட்டத்தில் இருந்தவங்களே லிசி ചേച്ചിയെ ഇതാക്കി വിട്ടിട്ടാங்க, എനിക്ക് എതിരാക്കി വിട്ടിട്ടാங்க. അവള് സമരം നയിച്ചു എന്ന് പറയാൻ എന്താണുള്ളത്? ഒന്നുമില്ല. ഞങ്ങളുടെ കൂടെ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടാവാം, അത് ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ഈ പാർട്ടിക്ക് വേണ്ടി ഈ യൂണിയന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇല്ല എന്നല്ല. ഞങ്ങളെല്ലാവരും റോഡിലേക്ക് വന്നവരാണ്. അതിലൊരാളാണ് ഗോമതിയും ഞാനും ശെല്ലയും. ഞങ്ങളെല്ലാവരും ശെല്ലയുടെ എസ്റ്റേറ്റിൽ നിന്നാണ് ആദ്യം സമരത്തിനായിട്ട് വന്നത്. പെരിയവര സമരത്തിനായിട്ട് വന്നു. രണ്ടാമതാണ് ഞങ്ങൾ എല്ലാവരും വന്നു ചേർന്നത്. ഈ സമരം തീരാനും ഇലക്ഷനും വന്നു. ഞങ്ങൾ 26 പേരെ പഞ്ചായത്തിലേക്ക് നിർത്തിച്ചു, 6 ബ്ലോക്കിലേക്ക് നിർത്തിച്ചു, 1 ജില്ലയ്ക്ക് നിർത്തി. അതിൽ ഞങ്ങൾക്ക് 2 പഞ്ചായത്ത് മീറ്റിംഗ്, 1 ബ്ലോക്ക് മീറ്റിംഗ്. അതിലൊരുക്കിയാണ് പോകുന്നത്. എന്നെ എല്ലാവരും പറഞ്ഞു ഇലക്ഷന് നിൽക്കാൻ. ചർച്ചയ്ക്കൊക്കെ പോയത് ഞാനാണ്. ബോണസിൻ്റെ ചർച്ച നടത്തി, ശമ്പളത്തിൻ്റെ ചർച്ച നടത്തി. എല്ലാ മന്ത്രിമാരായിട്ട് ഇവർക്കാർക്കും മലയാളം സംസാരിക്കാൻ അറിയില്ല. എനിക്ക് മാത്രമേ മലയാളം അവിടെയുള്ള മന്ത്രിമാർക്ക് മലയാളത്തിൽ സംസാരിച്ചാലേ മനസ്സിലാവുള്ളൂ. ഇവർ പറയുന്ന തമിഴ് അവർക്ക് മനസ്സിലാവുന്നില്ല, അവർ പറയുന്ന മലയാളം ഇവർക്ക് മനസ്സിലായില്ല. ഞാൻ പോയി. അത്രയ്ക്ക് ഞങ്ങൾ പ്രയാസപ്പെട്ട് സമരം ചെയ്ത് കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് ഇതെല്ലാം. ഞാൻ എന്നല്ല, ഞങ്ങളെല്ലാവരും 12,000 തൊഴിലാളി. പക്ഷേ ഇപ്പോൾ ഇതെല്ലാം ഞങ്ങൾക്കൊരു സ്വപ്നങ്ങളായിട്ട് മാറിപ്പോയി എന്നുള്ളതാണ്. ഇന്നും ഞാനും എൻ്റെ കൂടെയുള്ളവർ കുറേ പേരും ഞങ്ങളുണ്ട്. കുറഞ്ഞത് 2000 പേര് മനസ്സുകൊണ്ട് ഞങ്ങളുടെ കൂടെയുണ്ട്. ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് MLA-നെ ഞങ്ങൾ ചെരുപ്പും കൊണ്ട് അടിച്ചു ഓടിച്ചതാണ്. അതേ MLA-യുടെ കൂടെ പോയി ഇരുന്നിട്ട് ഗോമതി ഞങ്ങളോട് ചോദിക്കുകയാണ്, പെമ്പിള ഒരുമ വെച്ച് ഒന്നും നടക്കില്ല, സമരം ജയിച്ചത് നമ്മൾ, മേടിച്ചെടുത്തത് നമ്മൾ. ഈ MLA രണ്ടാമത് ഇലക്ഷൻ വന്നപ്പോഴത്തേക്കും ഗോമതിയെ MLA കൊണ്ടുപോയി, പാർട്ടിയിലേക്ക് പോയി, ഇവള് CPM-ലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നിരുന്നേച്ച് ചാനലിലിരുന്നേച്ച് പറയുകയാണ്, പെമ്പിള ഒരുമ വെച്ച് ഒന്നും നടക്കില്ല, ഇവിടെ ഇരുന്നാൽ നമുക്കൊന്നും നേടാൻ പറ്റില്ല, നമുക്ക് ടോർച്ചർ വരും, കമ്പനി നമ്മളെ ഡിസ്മിസ് ചെയ്യും, നമുക്ക് കഷ്ടപ്പാടാണ്, പോലീസ് നമ്മളെ അടിക്കും. ഇതാണോ? അവിടെ போயில்லே எல்லாம், தகர்த்து களஞ்சில்லே எல்லாம். நான் தனியாக நிற்கும்போது பல கேஸ் என் மேலே வந்துச்சு. அப்போ இவங்க என்னை விட்டுட்டாங்க, தனியாக விட்டுட்டாங்க. அப்போ MLA என்னை கூப்பிட்டு பேசினார், வாங்கம்மா உங்கள் தலைமையில் நாங்கள் 10 சென்ட் தொழிலாளிகளுக்கு இடம் கொடுத்துருவோம், கம்பெனிக்கு நீங்களே பேச்சுவார்த்தைக்கு போங்க, தோட்டம் தொழிலாளிகளுக்கு நீங்களே நேரடியாக பேச்சுவார்த்தைக்கு போங்க, பின்ன நாங்கள் இந்த கூலி வர்த்தனை இருக்குல்ல அதுக்கு ஒரு லேடியை நாமினேட் பண்ண போகிறோம், PLCன்னு சொல்லுவோம் கூலி வர்த்தனத்தை. அப்போது 3 வருஷத்துக்கு ஒரு தடவை இது நடக்கும், அதில் உங்களை நாங்கள் நாமினேட் பண்ணுறோம் அப்படின்னு சொன்னோன்னே எனக்கு என்ன சந்தோஷம்னா, இங்கே உள்ள தோட்டம் தொழிலாளிகளுக்கும் ஆதிவாசிகளுக்கும் பாவப்பட்ட மக்களுக்கும் 10 சென்ட் இடம் கிடைக்கிது, அது போதும் எனக்கு, வேறு எதுவுமே எனக்கு வாழ்க்கையில் வேணாம். அதுக்கு எனக்கு ஓட்டு போட்டு, நான் ப்ளாக் மெம்பர் ஆகிட்டேன், எனக்கு ஓட்டு போட்டு வச்சுருக்காங்க, இவங்களுக்கு ஏதாவது செய்யணும்ல அப்படின்னு சொல்லிட்டு நான் CPM-ல போய் சேர்ந்தேன். போன பிறகு தான் தெரியுது CPM-காரங்க தான் இங்கே கூடுதல் கையேற்றம் பண்ணியிருக்காங்க. இங்கே அவங்களுக்குள்ளேயே போட்டி இருக்குது, அவங்களுக்குள்ளேயே தமிழ் ஒரு பக்கம் இருக்குது, தமிழ்காரங்க ஒரு பக்கம் குரூப்பாக இருக்காங்க, இங்கிட்டு KVCC ஒரு பக்கம் குரூப்பாக இருக்கார், MLA ஒரு பக்கம் குரூப்பாக இருக்கார். அப்போ நான் MLA வச்சு போனதுனால KVCC அவர் என்னை 1 வருஷம் கழிச்சு நான் கேட்டேன், நான் சர்ச்சைக்கு போகணும், கம்பெனிலேருந்து என்ன தான் வந்து கூப்பிட்றாங்க தொழிலாளிங்க, வாங்க நீ கோமதி வந்தால் இங்கே நடக்கும், கோமதியை பார்த்தா கம்பெனி பயப்படுறாங்க, எங்களுக்கு வண்டி பேசுமா, பொம்பளை உரிமைக்கு வந்ததுனால எங்களுக்கு இவ்வளோ பிரச்சனை இருக்கணுன்னே, இருமா கம்பெனிக்கு அனுப்பி விட்ருக்கோம், லெட்ரு கம்பெனிக்கு அனுப்பி விட்ருக்கோம், கம்பெனி பெர்மிஷன் தரணும்ல உன்னை பேசுறதுக்கு அப்படின்னு சொல்லிட்டு 1 வருஷம் கழிச்சு MLA எலெக்ஷனில் MLA ஜெயிச்சிட்டாரு. அப்போ MLA ஜெயிச்ச பிறகு நான் சொன்னேன், நீங்கள் ஜெயிச்சிட்டீங்கல்ல, எனக்கு இந்த மாதிரி கம்பெனி பேச்சுவார்த்தைக்கு போகணும், பின்ன இங்கே உள்ள மக்கள் வீடு இல்லாமல் ரொம்ப தவிக்கிறாங்க, 10 சென்ட் இடம் தரேன்னு தானே கூட்டிகிட்டு வந்தீங்க, ஜாதி மதம் மொழி அரசியல் பார்க்காம கொடுக்கலான்னு சொன்னீங்கல்ல, என்ன கொடுக்காம இருக்கீங்கன்னு கேட்டாங்க. இங்கே எங்கேம்மா இருக்குது இடம், இங்கே எங்கே இருக்குது, எல்லாம் தான் கம்பெனிக்காரன் கைவசம் வச்சுருக்கானே, இங்கே இடம் இல்லைன்னு சொல்லி MLA டக்குன்னு சொல்லிட்டார். அப்போ நான் சொன்னேன், உங்கள் கூட எனக்கு இருக்க இஷ்டம்.
என் பேர் கேரளாக்காரன். என் ஸ்கூலில் என் பேர் கேரளாக்காரன். ஹாஸ்டலில் என் பேர் கேரளாக்காரன். இங்கே நான் அதை சொன்னால் அதை ஏற்றுக்கிறீங்களா? யாராவது ஏற்றுக்க மாட்டாங்க. இது புரியவே செய்யாது. இந்த கவர்மெண்ட்டுக்கு இது புரியவே செய்யாது. எவ்வளவோ தடவை சொல்லியாச்சு நாங்கள் இந்தியன்ஸ் சொல்லி, புரியாது. இட் இஸ் கைண்ட் ஆஃப் ரெஃப்யூஜி திங். எப்படி ஸ்ரீலங்காவில் இங்கே அடிச்சு வந்தாங்களோ அது மாதிரி தமிழ்நாட்டில் கொஞ்சம் பேர் இங்கே உட்காந்துட்டாங்க. கைண்ட் ஆஃப் ரெஃப்யூஜிஸ். ரெஃப்யூஜிக்கு ஏதாவது உண்டா? தே ஹேவ் நோ ஸ்டேட்டஸ். அந்த ஸ்டேட்டஸ் தான். லேண்ட் கிடையாதுன்னா ரெஃப்யூஜி தானே. புகலிடம் தேடி போகிற ஒரு ஆள் அகதின்னு சொல்லுவாங்க. அகதிகளுக்கு என்ன எந்த ஸ்டேட்டஸும் கிடையாது. எங்கள் பேர் இங்கே நீங்கள் கேளுங்களேன், இங்கே தமிழ்நாட்டில் படித்த எல்லாரும் பேரும் கேரளாக்காரன், மூணார்காரன். எங்கள் பேரே கேரளாக்காரன் தான். தமிழ்காரன் சொல்ல மாட்டாங்க, மலைக்காட்டாக சொல்ல மாட்டாங்க, மூணார்காரன் சொல்ல மாட்டாங்க, கேரளாக்காரன் தான் எங்கள் பேர். அப்போ இங்கே வந்துட்டு இல்லை நீ தமிழ்காரன், உனக்கு லேண்டு கிடையாது, நீ இதெல்லாம் பேசுகிற, நீ பிரிவினவாதின்னு சொல்லக்கூடாது இல்லையா? என் பேரே கேரளாக்காரன் தான். സീരിയസ്ലി തോട്ടം മേഖലകളിലേക്ക് ഈ തേയിലച്ചെടികൾ തേയില തോട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടി അതിൻ്റെ ബാക്കി ജോലികൾ ചെയ്യുന്നതിന് വേണ്ടി തമിഴ്നാട്ടിൽ നിന്നുള്ള വളരെ കൂലി കുറഞ്ഞിട്ട് ഏറ്റവും താഴ്ന്ന ജാതിയിലുള്ള മനുഷ്യരായിരുന്നു ആദ്യകാലത്ത് തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഈ വിദേശീയർ ഈ തേയിലത്തോട്ട നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ നമുക്കറിയാം ദേവികുളം താലൂക്കിലെ ഈ തമിഴ് മേഖലയിൽ നിൽക്കുന്ന ഒരു 90% തമിഴ് SC വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളാണ്. അത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം അങ്ങനെ തന്നെ അതിൻ്റെ ഒരു സംഭവമായിട്ടാണ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒരു ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡിലാണ് നമുക്ക് ഈ പറയുന്ന പോലെ പ്ലാന്റേഷൻസ് കേരളത്തിൽ രൂപീകൃതമാണ്. അന്നുണ്ടായിരുന്ന മദ്രാസ് ഗവൺമെൻറ് അവരുടെ അഡ്മിനിസ്ട്രേഷൻ നടന്നിട്ട് മദ്രാസ് കേന്ദ്രീകരിച്ചാണ്. അവർ ഈ ലേബറിനെ മുഴുവൻ അവർക്ക് കൊണ്ടുവരാൻ എളുപ്പം ഈ തമിഴ്നാടിൻ്റെ റീജിയനിൽ നിന്നാണ്. പ്രത്യേകിച്ച് കമ്പന്തേനി, മധുര ഭാഗങ്ങളിൽ നിന്നുള്ള ദലിത് മെജോറിറ്റി പള്ളൻ പറയർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ആണ്. ഒരു 99% അവരാണ്. അരുന്തിയാർ എന്ന് പറയുന്ന നമ്മളിവിടെ ചക്ലിയർ അല്ലെ തോട്ടുപണി ചെയ്യുന്ന കമ്മ്യൂണിറ്റി. ഇങ്ങനെ 3 കമ്മ്യൂണിറ്റിയാണ് ഈ ഭാഗങ്ങൾ, തമിഴ്നാടിൻ്റെ ഈ ഭാഗങ്ങളിൽ നിന്ന് അവർ പ്ലാന്റേഷനിലേക്ക് ജോലിക്കാരുണ്ട്. மூணார் வந்து தமிழ்நாட்டில் இருந்தது தான். இவங்க கன்னியாகுமரி மாவட்டத்தை இங்கிட்டு எடுத்துட்டு தான் கேரளத்தை மூணாறாங்கிட்டு கொடுத்துருக்காங்க. கன்னியாகுமரி கேரளமாக இருந்துச்சு. கன்னியாகுமரியை தமிழ்நாட்டோட சேர்த்துட்டு இந்த மூணாறு மேகலையை கேரளத்து கூட சேர்த்து விட்டுருக்காங்க. நாங்கள் வந்து பஞ்சமலைக்கு வந்தவங்க தான் இல்லைன்னு சொல்ல. அப்போ தமிழ்நாடாக இருக்கும் போதே எங்கள் பரம்பரையில் உள்ளவங்க இங்கே வந்திருக்காங்க. கேரளத்தை இங்கே சேர்த்ததுனாங்க. இப்போ மூணாறு மேகலை எடுத்துக்கிட்டிங்கன்னா மொத்தம் தமிழ் ஆளுங்க தான். மலையாளிகளே கூடுதல் கிடையாது. அதான் சொல்கிறேன்ல, மூணார் டவுனில் தான் மலையாளிகள். தோட்டம் தொழிலாளிகளில் யாரோ ஒருத்தர் தான் மலையாளி இருப்பாங்க. இப்போ மலையாளிகள்லாம் தோட்டம் தொழிலாளிகளாக இருந்திருந்தா இங்கே லேண்டு கிடச்சிருக்கோம் அவங்களுக்கெல்லாம். நாங்கள் பண்ணுற பிரச்சனை லேண்டு கிடச்சி என்ன சொல்கிறாங்க, என்னோட நாடு கேரளம் தான், ஆனால் நான் தமிழ் பேசுகிறேன். ஏன்னா எனக்கு மலையாளம் எனக்கு சப்ஜெக்டாக வரல. யார் குத்தம் இது கவர்மெண்டோட குத்தம். அப்போ எங்களை மாற்றி தானே நிறுத்தியிருக்காங்க. நாங்கள் கேரளத்தில் பிறந்து வளர்ந்தவங்க தானே. ஏன் எங்களுக்கு சப்ஜெக்டாக மலையாளத்தை கொண்டு வரல? ஆணை ஆக்கிடுவோம் பூனை ஆக்கிடுவோன்னு பேசுகிறாங்கல்ல. மலையாளம் புக்கு எடுக்காமலே நான்லாம் மலையாளம் படிக்கிறேன்ல. அப்போ மலையாளம் படிச்சிருந்தா நானும் மலையாளி ஆகிருப்பேன், என் பிள்ளைகளும் மலையாளி ஆகிருக்கும்ல. இப்போ எங்கள் வீட்டுக்காரர் மலையாளம் படிச்சிருந்தா நானும் மலையாளத்துக்காரி தான். கேரளத்தில் இருக்கிறதுனால எங்களுக்கு மலையாளம் சப்ஜெக்ட் இல்லாததுனால நான் தமிழ்காரி ஆகிட்டேன், ஒதுக்கப்பட்டிருக்கேன். நான் இல்லை, என்ன சார்ந்தவர்கள், என்னுடைய மக்கள் தமிழ்னு இப்படி ஒதுக்கப்பட்டிருக்காங்க. ഗ്രാൻഡ് ഫാദറും എവിടെയാണ്? ഞാൻ ഈ ഡീറ്റെയിൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ അടുത്ത് ചോദിച്ചതാണ്. 1937. അതിൻ്റെ അവരെക്കാളും ഏജ് ഉള്ളവരാണ് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ. ഓക്കെ, അവർ ജനിച്ചത് 1925 ആണ്. അവരെല്ലാം ഈ ആർട്ടിൻ്റെ അപ്പുറമുള്ളത് 1925. അവർ മരിച്ചുപോയി. ഇവരിപ്പോഴും ഉണ്ട്. ഇവർക്ക് ഇപ്പോൾ 83 വയസ്സായി. സോ ഇവർ പറയാൻ പറ്റുള്ളൂ സിമ്പിളായിട്ട്. നിങ്ങൾ ഐ മീൻ ഒരു ജിയോ ഉണ്ട്, ഞാൻ കാണിച്ചു കൊടുക്കാം, ജിയോ നമ്പർ കൊടുക്കാം. എൻ്റെ ഫ്രണ്ടിനാണ്, ഷെഡ്യൂൾ കാസ്റ്റാണ്. അവരിപ്പോൾ മാരേജ് കഴിഞ്ഞു. അപ്പോൾ SC ഓഫീസറുടെ അടുത്ത്, ദാസയുടെ അടുത്ത് ഒരു NOC മേടിക്കാൻ പോയി. ഈ മാരേജ് കഴിഞ്ഞാൽ SC വകുപ്പിൽപ്പെട്ടവർക്ക് 75,000 കൊടുക്കുന്നുണ്ട്, പൈസ കൊടുക്കുന്നുണ്ട്. 2 പേരും ഇത് പൈസ കൊടുക്കുന്നുണ്ട്. നമ്മൾ NOC ചോദിച്ചു. അപ്പോൾ ഒരു ലെറ്റർ കൊടുക്കുന്നുണ്ട്. the people those who are migrated after 1950 to Kerala, you are not eligible to have such, you are not eligible to have such facilities. SC വകുപ്പിൽപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല ആസ് പെർ ദ ജിയോ ഡേറ്റ 1952. ജാതിയെക്കുറിച്ച് പറഞ്ഞാൽ അവൻ ജാതിയെ പറയുന്നൊരു സമൂഹമാണ് നമ്മുടെ. ജാതിയെക്കുറിച്ച് പറഞ്ഞാൽ ഇന്ത്യയെക്കുറിച്ച് പറയാമെന്ന് അർത്ഥം. ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരെക്കുറിച്ചും പറയുക എന്ന് തന്നെയാണ് അർത്ഥം.
ഇന്ത്യയെ പുതിയ രീതിയിൽ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ജാതിയെ ഒരു അനലിറ്റിക്കൽ കാറ്റഗറിയായി നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ജാതിയെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക സംഗതിയായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത് കേവലമായ ഒരു അസമത്വത്തിൻ്റെ പ്രശ്നമല്ല ഇതിനകത്തുള്ളത്. ഇന്ത്യൻ സമൂഹത്തിൻ്റെ പ്രശ്നം അസമത്വമുണ്ട് എന്നുള്ളതല്ല, അസമത്വത്തെ ന്യായീകരിക്കുന്ന വലിയൊരു വ്യവഹാര മണ്ഡലം തത്വചിന്തയുടെ രൂപത്തിലും ഇതിഹാസത്തിൻ്റെ രൂപത്തിലും അമ്മൂമ്മ കഥകളുടെ രൂപത്തിലും ഒക്കെ ഇന്ത്യൻ മനസ്സുകളിൽ ഉണ്ട് എന്നതാണ് നമ്മൾ നേരിടുന്ന വലിയൊരു പ്രശ്നം. നമ്മൾ മറ്റൊരാളുകൾ കാണിക്കുന്ന അനീതി അല്ലെന്ന് തോന്നുന്ന വിധം നമ്മൾക്ക് ഒരു ധാർമ്മിക ബോധം ഈ വ്യവഹാര മണ്ഡലം നൽകിയിട്ടുണ്ട്. ആ ധാർമ്മിക ബോധത്തിൽ ജീവിക്കുന്നവരാണ് ജാതി വിവേചനം അടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമാണെന്ന് കരുതുന്നത്. ജാതിയുടെ അധിക പ്രിവിലേജോ അങ്ങനെയൊന്നുമില്ല, ജനം എനിക്ക് തരുന്ന എന്തോ സ്വാഭാവികമായി കിട്ടുന്നതാണ് എന്ന് വിചാരിക്കുന്നത് ഈ പ്രിവിലേജിനെ കുറിച്ച്. ജാതി എന്നത് പ്രിവിലേജിൻ്റെ വിതരണത്തിലെ ഒരു സംവിധാനം കൂടിയാണെന്നും അത് ചിലർക്ക് ഒരു പ്രിവിലേജും കൊടുക്കുന്നില്ലെന്നും മറ്റു ചിലർക്ക് അധികമായി പ്രിവിലേജ് അവർ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും കൊടുക്കുന്നുണ്ടെന്നും നമ്മൾ അറിയണം. അങ്ങനെ ഇന്ത്യൻ സമൂഹത്തിലെ അധികാര ബന്ധങ്ങളെ പുതിയ രീതിയിൽ നോക്കിക്കാണാൻ നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കീ വേർഡാണ് ബ്രാഹ്മണ്യം. ബ്രാഹ്മണ്യത്തെക്കുറിച്ച് ഡോക്ടർ B.R. അംബേദ്കർ വളരെ വ്യക്തമായും പറയുന്നൊരു കാര്യമുണ്ട്. അത് സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന ജനാധിപത്യ സങ്കല്പങ്ങൾക്കെതിരായ ഒരു മൂല്യ സംവിധാനമാണ്, അതിൻ്റെ നിഷേധമാണ്, സമത്വത്തിൻ്റെ നിഷേധമാണ് ബ്രാഹ്മണ്യമെന്ന് അംബേദ്കർ വളരെ വ്യക്തമായും നിർണ്ണയിക്കുന്നത്. ഞാൻ ബ്രാഹ്മണരുടെ കാര്യമല്ല പറയുന്നതെന്നും ഡോക്ടർ അംബേദ്കർ പറയുന്നുണ്ട്, മറിച്ച് അത് അസമത്വത്തിൻ്റെ സിദ്ധാന്തമാണെന്നാണ്. മനുഷ്യവിരുദ്ധമായ അനേകായിരം മൂല്യമണ്ഡലങ്ങളിലാണ് ഇന്ത്യ ജീവിച്ചത്. നമുക്കറിയാം, ഇന്ത്യയിലെ ജാതി ശരീരങ്ങൾ ഒരിക്കലും ഒരു ജനാധിപത്യത്തിൻ്റെ പ്രാഥമിക തത്വമായിട്ടുള്ള സമത്വം, നീതി എന്ന ബോധത്തിൽ ജീവിച്ചതല്ല ജാതി ശരീരങ്ങൾ. ജാതി ശരീരങ്ങൾ തീർച്ചയായും അസമത്വത്തിൻ്റെ ബോധ്യങ്ങളിലാണ് ജീവിച്ചത്. അതിനെയാണ് നമ്മൾ ഈ പറഞ്ഞ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ദീർഘകാലമായി നിലനിന്ന സോഷ്യൽ മൊറാലിറ്റി എന്ന് വിളിക്കുന്നത്, സാമൂഹിക ധാർമ്മികത എന്ന് പറയുന്നത്. നമ്മുടെ പാരമ്പര്യം അങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കണമെന്നും നമ്മുടെ പാരമ്പര്യമാണ് ലോകത്ത് വെച്ച് ഏറ്റവും വലിയ കാര്യമെന്നും ആർഷഭാരത സംസ്കാരം എന്ന് പറഞ്ഞാൽ മനുഷ്യർ കുമ്പിടേണ്ട തൊടേണ്ട ഒരു കാര്യമാണെന്നും ഒക്കെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പാരമ്പര്യം ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എന്നാണ് ഈ നാമജപ ഘോഷയാത്രക്കാർ പറഞ്ഞത്. ഓർമ്മകളില്ലാത്ത ജനത എന്നതാണ് ഫാസിസത്തിൻ്റെ ആദ്യത്തെ വാതിൽ. അതുകൊണ്ട് ഓർമ്മകൾ ഉണ്ടായിരിക്കണം, നമ്മളൊന്നും മറക്കേണ്ട കാര്യമില്ലെന്നേ. ഈ വനത്തിൻ്റെ ഉള്ളിൽ, അതായത് നമ്മുടെ ഏറ്റവും കൂടുതൽ ഈ മൂന്നാർ പ്രദേശങ്ങളിൽ, അതായത് ദേവികുളം താലൂക്കിലുള്ള എണ്ണത്തിൽ വളരെ കൂടുതലായിട്ടുള്ള ഈ മൂന്നാർ തോട്ടം മേഖലയുടെ അടുത്ത് ചേർന്ന് കിടക്കുന്ന ഒരു ആദിവാസി വിഭാഗങ്ങളായിരുന്നു ഈ മുതുവാൻ വിഭാഗങ്ങൾ. ഈ മുതുവാൻ വിഭാഗങ്ങളെയാണ് ഈ മൂന്നാർ തോട്ടം മേഖലകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഈ വിദേശീയർ അവരുടെ സ്ഥലങ്ങൾ കാണിക്കാനും ആ ഒരു വരുന്ന വന്യമൃഗങ്ങളെ എതിരിടാനും നല്ല സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കാനും ഒക്കെ ഈ മുതുവാന്മാരായിരുന്നു ഏറ്റവും മുൻനിർത്തിയായിരുന്നു. ഈ തോട്ടം മേഖല, ഈ വനങ്ങൾ നശിപ്പിച്ചുകൊണ്ട് ഈ മുതുവാന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് വിദേശീയരെ ഏറ്റവും കൂടുതൽ വനങ്ങൾ നശിപ്പിച്ച് തോട്ടത്തിനായിട്ട് അത് ക്രമീകരിച്ചുകൊണ്ടിരുന്നത്. എല്ലാത്തരം വന്യമൃഗങ്ങളുള്ള ഒരു സ്ഥലമായിരുന്നു നമ്മുടെ ഈ മൂന്നാറിൻ്റെ മേഖലകൾ. അതായത് അതിൽ തന്നെ അവരുടെ ഈ ടാറ്റയുടെ ഓഫീസുകളിൽ ചെന്ന് കഴിയുമ്പോൾ തന്നെ അവരിലുള്ള അവിടെ കാണുന്ന പടങ്ങളെല്ലാം തന്നെ വളരെ വലിയ മൃഗങ്ങളെ തോക്ക് ഉപയോഗിച്ചിട്ട് കൊന്നിട്ട് മുതുവാന്മാരും നമ്മുടെ വിദേശീയരുമായിട്ട് ഒന്നിച്ച് നിൽക്കുന്ന ധാരാളം പടങ്ങളുണ്ട്. ഒരേ കടുവയെ കൊല്ലുന്നതിന് ഇത്ര രൂപകൾ വരെ നമ്മൾ ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരുന്നൊരു ചരിത്രമുണ്ടായിരുന്നു. ക്രിസ്ത്യനുണ്ട്, മന്നാനുണ്ട്, ഹിന്ദു വിഭാഗപ്പെട്ട ആൾക്കാരുണ്ട്, എല്ലാ മതക്കാരും തന്നെ പൊതുവെ ഉണ്ട് ഇവിടെ.
സമുദായങ്ങളെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യനും മലയാള സമുദായവും മന്നാ സമുദായം, പിന്നെ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ജാതി പെട്ടവർ അങ്ങനെയുള്ളവരുണ്ട്. ഈ ആദിവാസിക്കുള്ളിലേക്ക് ഇപ്പം എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ആൾ വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ വന്ന് സ്ഥലങ്ങളൊക്കെ മേടിച്ചു. മേടിക്കാൻ പറ്റത്തില്ല, പക്ഷെ വന്ന് മേടിക്കുന്നുണ്ട് ഇവിടെയൊക്കെ. അതിങ്ങനെ ഇവരുടെയൊക്കെ പൈസ കുറച്ചെന്ന് പറഞ്ഞ പോലെ മേടിക്കും. അല്ല, അത് പക്ഷേ ഇപ്പം രേഖയുള്ളത് രേഖപ്രകാരം കൈമാറ്റം പറ്റില്ല. പക്ഷെ അതൊന്നും അറിയില്ല, ഇത് പുറത്തേക്ക് പറയുന്നില്ലല്ലോ. അടിമാലിക്ക് ചുറ്റുപാടുള്ള കണ്ണായ സ്ഥലങ്ങൾ എല്ലാം ട്രൈബ്സിൻ്റെയാണ്. അത് നമുക്ക് അവിടെ നിന്ന് അകന്നകന്ന് പോയി കഴിയുമ്പോഴത്തേക്കും അറിയാം, ആദ്യമേ കുറേ വീടുകൾ കാണും, അതിൻ്റെ അപ്പുറം നിൽക്കുന്ന ഗോത്രവിഭാഗങ്ങളുടെ ഭൂമികളാണ്. നമുക്ക് അതിൽ സഞ്ചരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തമാവും ഈ ഭൂമികളെല്ലാം കയ്യേറിയതാണ്. പക്ഷേ ഇതൊരിക്കലും റിട്ടേൺ കൊടുക്കാനോ അങ്ങനത്തെ ഒരു അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഭൂമികളില്ല, ഗോത്രവിഭാഗങ്ങൾക്ക് ഭൂമിയില്ല. ഇവർക്ക് പിന്നെ കൊടുക്കുന്നത് ആ ഫോറസ്റ്റിൽ ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു കൃഷിക്കോ ഒന്നിനും സാധ്യമല്ലായിരുന്നു. ഈ ഒരു സാധ്യമല്ലാത്ത ഭൂമിയിലാണ് അവർക്ക് ജീവിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അവർ സ്വാഭാവികമായിട്ടും കൂലിപ്പണികൾ, അവർക്ക് പരിചയമില്ലാത്ത പണികൾ ചെയ്യാൻ നിർബന്ധിതമാവുകയാണ്. ഇപ്പോൾ ടൗണിലുള്ള ഹോട്ടലുകളിൽ മറ്റ് വീടുകളിലൊക്കെ പെൺകുട്ടികളൊക്കെ നിൽക്കുന്നു. അല്ലെങ്കിൽ തോട്ടം അവരുടെ സ്വന്തം ഭൂമിയായിരുന്ന തോട്ടങ്ങളിൽ അവർ വെറും കൂലിവേലക്കാരായിട്ട് നിൽക്കുന്നത് നമുക്ക് ഈ ഇടുക്കിയിലെ സർവ്വസാധാരണമായിട്ട് കാണാവുന്ന കാഴ്ചയാണ്. ഒരു നിയമത്തിലും അംഗീകരിച്ചിരുന്നില്ല. കച്ചവടമാക്കി മാറ്റിയ ബ്രിട്ടീഷ് സാമ്രാജ്യ ശക്തികളുടെ തുടർച്ചയാണ് ഇന്ത്യൻ സർക്കാർ തുടർന്നുവന്നത്. നമ്മുടെ സുപ്രീം കോടതി ഉൾപ്പെടെ കണക്കാക്കി വന്നിരുന്നു. 2002 സുപ്രധാനമായ ഒരു വിധി സുപ്രീം കോടതി പാസാക്കിയിട്ടുണ്ടായി. കാട്ടിൽ ജീവിക്കുന്ന എല്ലാവരും കുടിയിറങ്ങണമെന്നായിരുന്നു ആ സുപ്രീം കോടതി വിധി. ആ സുപ്രീം കോടതി വിധിക്ക് ശേഷം ഇന്ത്യയിലെമ്പാടുള്ള ആദിവാസികൾ തിരിച്ചിറങ്ങുകയുണ്ടായി, കാട്ടിലിറങ്ങി പ്രക്ഷോഭരംഗത്തേക്ക് വരികയുണ്ടായി. 180 ആദിവാസികൾ 2003 വെടിവെപ്പിൽ കൊല്ലപ്പെടുകയുണ്ടായി. സുഹൃത്തുക്കൾ, 2003 വെടിവെപ്പും ഇതിന്റെ ഭാഗമായി നടന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന്റെ ഈ പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിലാണ് 2006 ചരിത്രത്തിൽ ആദ്യമായി ആദിവാസികൾക്കെതിരെ ഈ രാജ്യത്തെ തദ്ദേശീയ ഭരണകൂടങ്ങളും ബ്രിട്ടീഷുകാരും കാണിച്ചുകൊണ്ടിരുന്ന അനീതിക്കെതിരെ ഒരു പരിഹാരം എന്ന നിലയിൽ ആദിവാസികൾ പാരമ്പര്യമായി കാട്ടിൽ അധിവസിക്കാനുള്ള അവകാശം അംഗീകരിക്കുന്നു. ആദിവാസികളുടെ അവകാശം അംഗീകരിക്കുക. ആദിവാസി കുടിയേറ്റ നടപടി അവസാനിപ്പിക്കുക. ആദിവാസി കുടിയേറ്റ നടപടി അവസാനിപ്പിക്കുക. അധികാരത്തെ സംബന്ധിച്ച് റെപ്രസെന്റേഷൻ പൊളിറ്റിക്സ് എന്നത് 1909 മുതൽ തന്നെ ഇന്ത്യക്കകത്ത് സജീവമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയിലെ ഈ ബ്രാഹ്മണിക്കൽ ഓർഡറിനെ അട്ടിമറിക്കാൻ, മറികടക്കാൻ രാഷ്ട്രീയമായി നമുക്ക് എത്തിച്ചേരാവുന്ന പ്രാഥമികമായൊരു തത്വം എല്ലാ വിഭാഗങ്ങൾക്കും റെപ്രസെന്റേഷൻ ഉറപ്പു ചെയ്യുക എന്നതാണ് എന്നത് ഈ കീഴാള നവോത്ഥാന മുന്നേറ്റങ്ങളുടെ ഒരു രാഷ്ട്രീയ തെളിച്ചമാണ്, രാഷ്ട്രീയ ബോധ്യമായിരുന്നത്. അങ്ങനെ ആ ധാരയാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യം എന്ന തത്വത്തിന് വേണ്ടി നിലകൊണ്ടത്. അവരാണ് ആ ജനാധിപത്യ തത്വത്തെ വികസിപ്പിച്ചെടുത്തത് എന്ന കാര്യത്തിൽ തർക്കത്തിന് അവകാശമില്ല. രാഷ്ട്രം കൊടുക്കുന്ന അനേകായിരം അവകാശങ്ങളുടെ ഒരു സമാഹാരം കൂടിയാണ് സിറ്റിസൺ എന്ന് പറഞ്ഞത്. ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ ഡൈവേഴ്സിറ്റിയാണ്. ഈ ഡൈവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേകത ഇതുപോലെ ഹൊറിസോണ്ടലായ പ്ലെയിനിൽ അടുക്കി വെച്ചിരിക്കുന്നതല്ല നമ്മുടെ ഡൈവേഴ്സിറ്റി. മറിച്ച് അത് വളരെ വെർട്ടിക്കലായി ചില ഐഡന്റിറ്റികൾ ഏറ്റവും താഴെയാണ്, ചില ഐഡന്റിറ്റികൾ ഏറ്റവും മുകളിലാണ്, ചിലത് മാർജിന് പുറത്താണ്, ചിലത് മാർജിന് അകത്താണ്. ഇങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ സോഷ്യോളജിക്കൽ കൺസ്ട്രക്റ്റാണ് നമ്മുടെ മുന്നിലുള്ളത് ഇന്ത്യൻ സമൂഹത്തെ സംബന്ധിച്ച്. ആ സമൂഹത്തിൽ നീതി ലഭ്യമല്ലാത്ത വിധം ബ്രാഹ്മണ്യം കൂടി പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ട് എല്ലാ വിഭാഗങ്ങൾക്കും നീതി ഉറപ്പ് ചെയ്യണം നിയമപരമായി. അതുകൊണ്ട് വ്യക്തികൾക്ക് അവകാശമുള്ളതുപോലെ
ചില പ്രത്യേക വിഭാഗങ്ങൾക്കും പ്രത്യേക അവകാശങ്ങൾ ഉണ്ടായിരിക്കണമെന്നാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ഒരു അസംബ്ലിയിലെ ഒരു തീരുമാനം. ഇത് ജനാധിപത്യ സങ്കല്പത്തിനൊരു വികസിതമായ ദർശനമാണ്. ഈ പ്രത്യേക അവകാശങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ രാഷ്ട്രം ഇതിനു മുമ്പേ, വളരെ മുൻപേ ഈ ഹിന്ദുത്വ ഫാസിസത്തിന് കീഴ്പ്പെടുമായിരുന്നുള്ള യാഥാർത്ഥ്യം. എൻ്റെ ഒരു ഗവേഷണത്തിൽ മറ്റേ ഇവരുടെ ഗോത്രവിഭാഗങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, നിങ്ങൾ ഗാഡ്ഗിൽ റിപ്പോർട്ടുകളോ ഒരു കസ്തൂരിരംഗൻ റിപ്പോർട്ടോ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമായിരുന്നു. അവർ പറഞ്ഞ് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നിങ്ങൾ ഗാഡ്ഗിൽ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു സെമിനാറിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നായിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇത് രണ്ടും അവർ ഗാഡ്ഗിൽ റിപ്പോർട്ടിന് എതിരായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് കണ്ടിട്ടുമില്ല, അവർ സെമിനാറിൽ അവർ അറ്റൻഡ് ചെയ്തിട്ടുമില്ല. ഗാഡ്ഗിൽ റിപ്പോർട്ടിലെ ഗോത്ര വിഭാഗങ്ങൾക്കുള്ള അവരുടെ ഭൂമികൾ സംരക്ഷിക്കണം, അവരെ സംരക്ഷിച്ചുകൊണ്ട് അവരുടെ ഭൂമിക്ക് കൂടുതൽ പ്രാധാന്യങ്ങൾ കൊടുക്കണമെന്നാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പറയുന്നത്. പക്ഷെ ഈ ഒരു കാര്യങ്ങൾ പോലും അറിയാതെയാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് വേണ്ട എന്ന് പറയുന്നത്. അത് വളരെ ഗോത്ര വിഭാഗങ്ങളുടെ മുൻനിർത്തിയായിരുന്നു. അത് തെറ്റിദ്ധാരണ, മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുമായിരുന്നു. ഇവിടുത്തെ മറ്റ് സംഘടിത സമുദായങ്ങളും രാഷ്ട്രീയക്കാരെല്ലാം അവരെ മുൻനിർത്തുകയായിരുന്നു. ഒരു തെറ്റിദ്ധാരണ വരുത്തിക്കൊണ്ടാണ് ഈ ഗോത്ര വിഭാഗങ്ങളിലെ ഈ ഗാഡ്ഗിൽ വിരുദ്ധ സമരത്തിന് മുന്നിട്ട് കൊണ്ടുവന്നത്. എനിക്ക് മരം കയറ്റും, അത് കഴിഞ്ഞ് പണി, അത് കഴിഞ്ഞ് നാട്ടാളും പണിക്ക് വന്നേ പിള്ളേര് പറഞ്ഞ ആള് ഇങ്ങനെ എന്നെ പോലെ പല വഴിക്ക് പോവും. രണ്ടാമത്തെ ആള് പല ആഫയുണ്ട്. മൂന്നാമത്തെ ആള് +2 കഴിഞ്ഞിട്ട് ഇപ്പൊ പെയിന്റ് പണിക്ക് പോകുന്നു. നാലാമത്തെ ആള് +2 പഠിക്കുന്നത്. നാലാമത്തെ പിള്ള ഈ പണി കൊണ്ട് കുടുംബത്തിന് നടന്നു പോകും. ഇങ്ങനെ എന്താ പറയാ, ഇടുക്കിയിൽ ഈ കഴിഞ്ഞ നമുക്ക് സെൻസസ് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 75,000 ജനവിഭാഗങ്ങൾ മാത്രമാണ് ഗോത്ര വിഭാഗങ്ങളുടെ ഉള്ളൂ. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ രസകരമായ സംഭവം ഇടുക്കി ജില്ലയിലെ എല്ലാ വാണിജ്യ കേന്ദ്രങ്ങളുടെയും പേരുകളും പഞ്ചായത്തുകളും എല്ലാം ഇവിടുത്തെ ഗോത്ര വിഭാഗ തലവന്മാരുടെ പേരുകളോ അല്ലെങ്കിൽ ഗോത്ര ഭാഷയിലുള്ള പേരുകളോ ആണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ അടിമാലി ഗ്രാമപഞ്ചായത്ത്. അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെ ആദ്യമുള്ള പേര് മന്നാങ്കണ്ടം എന്നായിരുന്നു. അതായത് മന്നാൻ ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു മന്നാങ്കണ്ടം. അത് അടിമാലിയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ഭയങ്കര ഇപ്പോൾ വളരെ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ അടിമാലിയോട് ചേർന്നിരുന്ന മന്നാങ്കണ്ടം. അത് പിന്നീട് അതിൻ്റെ തന്നെ റെക്കോർഡിക്കലായിട്ട് മന്നാങ്കണ്ടം പഞ്ചായത്തും ഒരു അടിമാലി ഗ്രാമപഞ്ചായത്തിനാക്കുകയായിരുന്നു. അത് ഗോത്ര വിഭാഗങ്ങൾ ഭയങ്കരമായ പ്രശ്നങ്ങളായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു സംഭവമാണ്. ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് തോപ്രാൻകുടി. തോപ്രാൻ എന്ന് പറഞ്ഞ ഒരു ആദിവാസി മൂപ്പൻ്റെ പേരാണ്. കരിമ്പൻ എന്ന് പറയുന്നത് ആദിവാസി മൂപ്പൻ്റെ പേരാണ്. പിന്നെ നമ്മുടെ നങ്കി സിറ്റി, കഞ്ഞിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ആദ്യ പേര് നങ്കി സിറ്റി. നങ്കി എന്ന് പറയുന്ന ഒരാളുടെ വലിയ ഒരു ആദിവാസി മൂപ്പൻ്റെ പേരായിരുന്നു. എല്ലാ പേരുകളും തന്നെ കുടികൾ കൂട്ടിയുള്ള മുരിങ്ങാട്ടുകുടി, കാഞ്ചിയാറ്, കട്ടപ്പന, അടിമാലി, ഇതെല്ലാം ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ ഭാഷയുമായിട്ട് ഉള്ള പേരുകളാണ്. നമുക്ക് ഈ ഇടുക്കി ജില്ലയുടെ വളരെ രസകരമായ ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടുക്കി ജില്ലയുടെ എല്ലാ മുക്കിലും മൂലയിലും ഗോത്ര വിഭാഗങ്ങളുടെ അവരുടെ സ്പേസ്, അവരുടെ ഒരു ചലനങ്ങൾ നമുക്ക് ഉണ്ടായതാണ് കാരണം.
ഞങ്ങൾ പോകാത്ത സ്ഥലങ്ങളില്ല. കളക്ടറേറ്റിൽ ചെന്ന് എല്ലാവരും കണ്ട്, പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് ഡിഒപിനൊക്കെ കണ്ട് എല്ലാവരും കണ്ടിട്ട് പോലും ഇതുവരെ ഞങ്ങളുടെ പകുതി ആൾക്കുള്ള കൈവശരേഖ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും ഒരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൈവശരേഖ ഉണ്ടോ, അതുണ്ടെങ്കിൽ മാത്രം ഇതൊക്കെ ചെയ്തു തരാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ഉരുൾപൊട്ടിയൊന്ന് വെച്ചു, ഇതിന് ഞങ്ങൾ എന്തെങ്കിലും അപേക്ഷ വയ്ക്കാൻ ചെന്ന് കഴിഞ്ഞാൽ സ്ഥലത്തിൻ്റെ രേഖയുണ്ട്, കൈവശരേഖ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കൊടി ഞങ്ങൾ തൈക്കൊടിക്കൊക്കെ കൃഷിക്കൊക്കെ അപേക്ഷ ചെയ്തിരിക്കുന്നുണ്ട്. അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ രേഖ ഒന്നുമില്ല, തരാൻ പറ്റുകയില്ലെന്നൊക്കെ പറയുന്നു. പൈസ ഇല്ലാത്തതുകൊണ്ടാണ് പിള്ളേർക്ക് പഠിക്കണമെന്നുണ്ട്, എന്തെങ്കിലും ജോലി നേടണമെന്നുണ്ട്. പൈസ ബുദ്ധിമുട്ട് കാരണം ഒന്നിനും പറ്റാത്ത അവസ്ഥയാണ്. കല്ലാറ് ഇങ്ങോട്ടൊക്കെ പണിയാൻ പോകുന്ന തോട്ടത്തിൽ കൂലി കുറവാണ്, 300 രൂപ കിട്ടുന്നുള്ളൂ. മൊത്തം 400 രൂപ കൂലിയുണ്ട്. 100 രൂപ വണ്ടിക്കാരനെടുക്കും, ഇവിടെ വണ്ടി വന്ന് കൊണ്ടുപോകും. പിന്നെ ബാലൻസ് 300 രൂപ കിട്ടുകൊള്ളായിരുന്നുള്ളൂ. ഉരുൾപൊട്ടി ഒത്തിരി കൊടികളും കാപ്പി കൊടി പിന്നെ കൃഷി ഒക്കെ പോയി. പിന്നെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഞങ്ങളൊക്കെ കിടക്കുന്ന വീട് ഇതുപോലെ നല്ല വീടല്ല, ഒന്നിനും കൊള്ളാത്ത കിഴക്കോട്ടാണ് കിടക്കുന്നത്. ഭയങ്കര കാറ്റും മഴയായിരുന്നു. മറ്റേ രാത്രിയും പകലും എന്ന് പറഞ്ഞ ഒരേപോലെ മഴയാണ്. ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിട്ടുണ്ട്. എന്നെ ഇവിടെ കെട്ടിക്കൊണ്ടുവരുന്ന വർഷമൊക്കെ ഇതുപോലെ ഉണ്ടായിരുന്നു. തോരാത്ത മഴയായിരുന്നു. ഞങ്ങൾ എന്നിട്ട് അന്നത്തെ കാലങ്ങളിൽ ഈറ്റ വെട്ടിയായിരുന്നു കഴിഞ്ഞു കൂടിക്കൊണ്ടിരുന്നത്. പിന്നെ പുല്ല് മുറിച്ച് വാറ്റുപുല്ലെന്നും പറഞ്ഞാൽ അങ്ങനെയുള്ള പുല്ലൊക്കെ മുറിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ കാറ്റും മഴ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു ഗ്ലാസ് അരിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ 3-4 പേർ ഒരു കുടുംബത്തിൽ തിന്നുകൊണ്ട് കഴിഞ്ഞു കൂടിക്കൊണ്ടിരുന്നത്. അതും ഇതുപോലെ 10, 12, 14 ദിവസങ്ങളൊക്കെ ഇങ്ങനെ മഴ തോരാതെ ഇന്ന് പെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ കാറ്റും മഴയൊക്കെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. Kerala experienced unusually high rainfall since early August. The ensuing floods have resulted in the loss of over 300 lives, besides causing severe damage. According to the government, there hasn't been a flood of this scale in the last 90 years. The government has termed the situation of Kerala very serious. The state has so far received 37.5% excess rainfall in just 2.5 months since the southwest monsoon made a landfall in May end. Some districts, such as Idukki, have received 83.5% excess rainfall. August rainfall in the state so far has been 2.5 നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കടന്ന ഓഗസ്റ്റ് 15-ാം തീയതിയാണ് മഴ തുടങ്ങിയത്. അപ്പോൾ മഴ തുടങ്ങിയിട്ട് ഇവിടെ ഒന്നും പ്രശ്നമില്ലായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. പിന്നെ ഉരുളുപൊട്ടലുണ്ടായിരുന്നു. മുകളിൽ ചീറ്റ് പോയി. പിന്നെ മൂന്നാറിൻ്റെ അവിടെ ദേവുളത്തിൻ്റെ അവിടെ ഒരു മൂന്നാല് പേര് മരിച്ചുപോയി. என் வீடு வந்து 19 கிலோமீட்டர் தள்ளி இருக்குது, சைலண்ட் வேலின்ற எஸ்டேட்டில். அந்த ரோடு மொத்தம் போய் தான் கிடக்கு. இப்போ வரைக்கும் அது ரோடு கிடையாது. இப்போ நாங்கள் போகிறது வந்து மாட்டுப்பட்டி ரோடு வழி தான் போய்கிட்டு இருக்கோம், சுற்றி தான் போகிறோம். அந்த ரோடு இது வரைக்கும் யாரும் க்ளீன் பண்ண போகவும் கிடையாது. வெள்ளத்தால் பாதிக்கப்பட்டாங்க மூணார், கேரளா மொத்தம் பாதிக்கப்பட்டும் மூணாரில் இந்த காலனிலையும் பார்த்தீங்கன்னா எஸ்டேட் மேഖലയിൽ நிறைய பிரச்சனை இருக்குது. மண் இடிச்சல், உருள் பொட்டல்லாம் உண்டாயிட்டும் ஒரு மீடியாவும் காட்டலை. ஏன்னா இங்கே போனது வந்து அரசியல் வேணுங்க கையேறி வச்சிருக்க ரிசோர்ட்டு தான் போயிருக்கு. நான் ரொம்ப ஆதங்கத்தில் போஸ்ட் கூட போட்டிருக்கேன். மூணார் நியூஸை பற்றி திருவனந்தபுரம், கண்ணூர், மலப்புரம், திருச்சூர் எல்லா இடத்தையும் காட்டுறாங்க. நேரியமங்கலம், அடிமாலி, இடுக்கி எல்லா இடத்தையும் காட்டுறாங்க. மூணாரை மட்டும் காட்டவே இல்லை. மக்களை காட்டினா கண்டிப்பாக ரிசோர்ட்டையும் காட்டணும். மூணாரில் எஸ்டேட் மேഖലയിൽ கம்பெனி வீடு தான், மண் இடிஞ்சு கம்பெனி வீடு அமைக்கிருச்சு.
குருமலன்ற டிவிஷனில் ஒரு பொண்ணுக்கு கல்யாணம் வச்சுருக்காங்க. மண் இடிஞ்சு மொத்த வீடு அமைக்கிடுச்சு. அந்த பொண்ணுக்கு வாங்கி வச்சிருந்த டவுரியில் அந்த பொருள், மிக்சி, கிரைண்டர் எல்லாமே போச்சு. Hi, my name is Noel Jacobson. I'm an Australian, but I do spend a fair bit of time in India. So obviously when you come to India, one of the places you really must see is Muna. There's no doubt we're a little bit nervous about coming here because we followed the floods for the last few weeks, and it, very, very devastating, as we all know. So basically driving up to Muna, we saw the evidence of the landslides and everything else, which was pretty horrific. There's no two ways about it. ഇവിടെയൊക്കെ നല്ല ലെവലിൽ കിടന്ന സ്ഥലങ്ങളാണ്. ഇതെല്ലാം മഴവെള്ളത്തിൽ ഇടിഞ്ഞ് തകർന്നു പോകുന്ന റോഡ് മൊത്തം ബ്ലോക്കായി പോയി. ഈ വഴി ആദ്യമേ വന്നിരുന്നത് ഇങ്ങനെയാണ് വന്നിരുന്നത്. ഇത് മലവെള്ളപ്പാച്ചിലിന് രണ്ടായിട്ട് മുറിഞ്ഞു പോവുകയാണിത്. രണ്ടാമതുണ്ടാക്കിയാണ് ഈ വഴി ഇങ്ങനെ ഇവിടെ. ആദ്യമേ ഈ വഴി എടുത്തപ്പോൾ ഇവിടെ നിന്ന് ഇടിഞ്ഞ് താഴത്തേക്ക് പോകുന്നതായിരുന്നു. വീണ്ടും അത് ശരിയാക്കിയാണ് ഇപ്പോൾ വണ്ടി പോകുമ്പോൾ ഇത്ര സൗകര്യം ഉണ്ടാക്കി കൊടുത്തത്. മൊത്തം നശിച്ചു കിടക്കുന്ന വഴിയാണ്. ഇടുക്കി ജില്ല എന്ന് വെച്ചാൽ മൊത്തം തകർന്നു പോയിട്ടുണ്ട്. മൂന്നാർ, അതുപോലെ പന്നിയാറൂട്ടി, വെള്ളത്തൂൽ എല്ലാം മൊത്തം തകർന്നു പോയേക്കുവാണ്. പിന്നെ ചെറുതോണി ടൗണൊന്നും ഇല്ല. ഇവിടെ 1000-ൽ പരം വരുന്ന റിസോർട്ടുകൾ, അതായത് വാളറ മുതൽ തമിഴ്നാട് അതിർത്തി വരെ പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് മൂന്നാർ മേഖലകളിൽ പടുത്തുയർത്തിയിരിക്കുന്ന റിസോർട്ടുകളൊക്കെ പാറപ്പുറത്താണ് പണിതിട്ടുള്ളത്. 16-ാം തീയതി ഉണ്ടായ ജലപ്രളയത്തിൽ കേരളമെമ്പാടും മുങ്ങിത്താഴ്ന്നുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ സംഭവിച്ചത് പ്ലംജൂഡി എന്ന റിസോർട്ടിൻ്റെ 2 വശങ്ങൾ ഇടിഞ്ഞ് തകർന്ന് തരിപ്പണമായി റോഡുകൾ താഴോട്ട് ഒഴുക്കി വിട്ടു. അവിടെ വിദേശീയർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ കുരുങ്ങിപ്പോയി. സർക്കാർ മിഷനറികൾ മുഴുവൻ ഉപയോഗിച്ചിട്ടും തക്ക സമയത്ത് അവരെ രക്ഷിക്കാനായില്ല. അവരെ സുരക്ഷിതരാണെന്ന് അറിഞ്ഞത് 3-ാം ദിവസമാണ്. രജിസ്റ്റർ ചെയ്തൊക്കെ വളരെ കുറവാണ്. ഹോം സ്റ്റേ എന്ന് പറഞ്ഞാൽ ഒത്തിരി അനധികൃതമായിട്ട് ഇഷ്ടംപോലെയുണ്ട്. അപ്പോൾ ഈ നീലക്കുറിഞ്ഞിയുടെ സീസൺ ആകുന്നതുകൊണ്ട് മുൻകൂട്ടി കണ്ടുകൊണ്ട് എറണാകുളത്തൊക്കെ ഉള്ളൊരു ഒത്തിരി പേര് കോതമംഗലം മുതൽ മൂന്നാർ വരെ ചെറിയ വീടുകൾ വരെ എടുത്തിട്ടിരിക്കുകയാണ്. അതും നല്ല എമൗണ്ട് കൊടുത്തിട്ട്. മൂന്നാറിൻ്റെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് കഴിഞ്ഞ വർഷമാണ് 36 ഡിഗ്രിയോളം ടെമ്പറേച്ചർ വരുന്നത്. 30 ഡിഗ്രിക്ക് മുകളിൽ ഒരിക്കലും പോകാറില്ല. ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രകൃതി നശീകരണം തന്നെ, വന നശീകരണവും മലകൾ ഇടിച്ചു ചേർത്തൊക്കെയാണ് അതിൻ്റെ തന്നെ കാരണം. പലരും ഈ സംഘടനകൾ ഉണ്ടാക്കുന്നുണ്ട്. പശ്ചിമഘട്ട സംരക്ഷണ സമിതി, ഹൈറേഞ്ച് സംരക്ഷണ സമിതി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എല്ലാവരുടെയും സ്വാർത്ഥ താല്പര്യമാണ് ഇതിൻ്റെ പിന്നിൽ. അല്ലാതെ പ്രകൃതിയെ സംരക്ഷിക്കാൻ ആരും മുന്നോട്ട് ഇറങ്ങുന്നില്ല. സത്യം പറഞ്ഞില്ല. VS മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മൂന്നാർ ഒഴിപ്പിക്കാൻ പോകും. മൂന്നാറിലെല്ലാം ഒഴിപ്പിക്കാമെന്ന് പറഞ്ഞാൽ മൂന്നാർ ഒഴിപ്പിക്കുകയല്ല, മൂന്നാറിൽ അനധികൃതമായി ഈ പുറത്തുനിന്ന് ദൂരദിക്കുകളിൽ നിന്ന് വന്ന് അനധികൃതമായി ഭയങ്കരമായ അപകട സ്ഥലങ്ങളിലൊക്കെ കയ്യേറി റിസോർട്ടുണ്ടാക്കിയ ആൾക്കാരെ ആണ് ഒഴിപ്പിക്കാൻ ശ്രമിച്ചത്. അദ്ദേഹം ഒറ്റപ്പെട്ടു പോയി. അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഒറ്റപ്പെട്ടു പോയെങ്കിൽ ഇവിടെ വേറെ ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത്രയും ശക്തമാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഇതിനു മുമ്പ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരുന്നത് ഈ മതസ്ഥാപനങ്ങളാണ്. ഒരു മലമുകളിൽ നമ്മൾ വെട്ടിപ്പിടിക്കുന്നു, ആ മലമുകളിൽ ഒരു കുരിശ് സ്ഥാപിക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അമ്പലത്തിൻ്റെ ഒരു പ്രതീകം കൊണ്ട് നാട്ടുന്നു, അവസാനം ഇവിടെ പള്ളി പണിയുന്നു, അമ്പലം പണിയുന്നു, മോസ്ക് പണിയുന്നു. ഇതുകൊണ്ട് മാത്രം പള്ളികളും അമ്പലങ്ങളും മോസ്കുകളും മാത്രം ഇവിടെ കൂടുന്നുള്ളൂ. മനുഷ്യൻ്റെ മനസ്സ് വികസിക്കുന്നില്ല. ഈ മണ്ണ് ഘടനാപര യോഗ്യമാക്കുന്നില്ല. കത്തോലിക്ക സഭയുടെ ഒരു സംഘടനയാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞത്. ഹൈറേഞ്ച് സംരക്ഷണ സമിതി എന്നൊന്നും അത് പറയത്തില്ല. കാരണം അത് പേര് അങ്ങനെയാണെങ്കിലും ഒരു സംരക്ഷണവും അതിനകത്തില്ല. അവർ സംരക്ഷിച്ചിരുന്നത് പാറക്കോറിക്കാരെ, റിയൽ എസ്റ്റേറ്റുകാരെ, ഈ നമ്മുടെ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് വരുന്ന അധിനിവേശക്കാരെ, പാറക്കോറിക്കാരെ, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ആണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ഈ പള്ളിക്കാണെങ്കിൽ തന്നെ ധാരാളം കയ്യേറ്റ ഭൂമികളുണ്ട്. വനഭൂമികളും ഏലക്കാനമൊക്കെ വനഭൂമിയുടെ ഒരു ഭാഗമാണ്. അതുമൊക്കെ കയ്യേറി പള്ളി സ്ഥാപിക്കുകയും അത് പള്ളി സ്ഥാപിക്കാൻ ചില മുതലാളിമാർ വളരെ താല്പര്യം കാണിച്ച് അവരെ കൊണ്ടുപോയി അവരുടെ ഭൂമി സംരക്ഷിക്കാൻ വേണ്ടി ഒരു മതത്തിൻ്റെ സ്ഥാപനം അവിടെ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചു ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സംഭവിച്ചിരിക്കുന്ന മാധവ് ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട്, കസ്തൂരി രംഗൻ റിപ്പോർട്ട്, ഉമ്മൻ റിപ്പോർട്ട്, ഇതിലൊക്കെ പറയുന്നത് പ്രകൃതിയെ നിങ്ങൾ ഭാഗികമായിട്ട് സംരക്ഷിക്കണം, അത് നമുക്ക് ആവശ്യമാണ്. ഈ റിപ്പോർട്ട് നടപ്പിലാകുകയില്ല. കേരളത്തിൽ ഒരിക്കലും നടപ്പിലാകാത്ത ഒരു നമുക്കൊരു വ്യാമോഹം എന്ന് മാത്രമേ അതിനെപ്പറ്റി പറയാനുള്ളൂ. പക്ഷേ ആ റിപ്പോർട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറഞ്ഞത് ഇതൊരു ബലഹീനമായ ദുർബല പ്രദേശമാണ്, ഇതൊരു പരിസ്ഥിതി ലോലം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പരിസ്ഥിതി ദുർബല പ്രദേശമാണ്. ഇവിടെ ജീവിക്കുന്നവർ അവരിവിടെ ഇവിടുന്ന് ഇറങ്ങിപ്പോകണമെന്ന് അദ്ദേഹം പറഞ്ഞില്ല. ഇവിടെ ജീവിക്കുന്നവർ ഇവിടുത്തെ സാഹചര്യം അനുസരിച്ച് ഈ മലയുടെ ആ ബലഹീനത മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ അനുദിന വ്യാപാരങ്ങൾ വളരെ അതിനൊരു സംയമനം പാലിക്കണം എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഇടിച്ചിൽ തന്നെ ഒരു പക്ഷേ ഈ റോഡിൻ്റെ കട്ടിങ്ങുമായി ബന്ധപ്പെട്ടാണ് അതിന് അത്രയും തള്ളാൻ, മറ്റേ ഇങ്ങനെ ചെരിഞ്ഞ് എന്ന് കൂത്തും. അപ്പോൾ ഈ മലയുടെ ബാലൻസ് സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുകയാണ് ഈ ഇങ്ങനെ വെട്ടിയിരുത്തലുകളുണ്ട്. അതുപോലെ കൂറ്റൻ കെട്ടിടങ്ങൾ വരുന്നു. ഇപ്പം നിങ്ങൾക്ക് അവിടെ ഒരു കെട്ടിടം താഴെ പോയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒരു 3 നില കെട്ടിടമാണ്. അത് താഴേക്ക് മണ്ണോടുകൂടി താഴേക്ക് പോവുകയാണ്. താഴെ വേറൊരാളുടെ പറമ്പിൽ ഒരു ചതുപ്പിൽ പോയിരിക്കുക. അത് ഇതൊരു ദുർബല പ്രദേശമാണെന്ന് പറഞ്ഞതിൻ്റെ ദുർബലത മുഴുവൻ ഈ പ്രാവശ്യം
നമുക്ക് വ്യക്തമാക്കി തന്നിരിക്കുകയാണ് പ്രകൃതി. ഈ എല്ലക്കല്ല്, കല്ലാർകൂട്ടി ഇങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ മലകൾ പിളർന്ന് താഴേക്ക് ഇരുന്ന് അതിലുണ്ടായിരുന്ന വീടുകൾ മുഴുവൻ, കോൺക്രീറ്റ് വീടുകളും അല്ലാത്ത വീടുകളും എല്ലാം ഭിത്തിയും തറയും താന്നുപോയി നഷ്ടപ്പെട്ടും വിണ്ടുകീറിയും പൊട്ടി തകർന്നൊക്കെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അങ്ങനെ എന്തെല്ലാമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്ന പുറം ലോകം കാണാത്ത ഒരുപാട് കാര്യങ്ങൾ ഉൾപ്രദേശങ്ങളിലേക്ക് സംഭവിച്ചിരിക്കുക. ഈ മലയുടെ എല്ലാം അടി പാറയാണ്. ഈ പാറയിൽ ചെന്ന് ഈ വെള്ളം ചെന്നിട്ട്, അപ്പോൾ അവിടെ നേരത്തെ ചെറിയ ഉറവയുടെ വിള്ളലുകളുണ്ട്. ഈ വിള്ളലുകളിലേക്ക് പെരുമഴയുടെ വെള്ളം ഇറങ്ങി ചെന്നിട്ട് കടന്നു പോകാൻ പറ്റാതെ വരികയും ഈ മണ്ണ് അനവധി ദിവസങ്ങളായി മഴ പെയ്ത് ഇങ്ങനെ കുതിർന്ന് ഇങ്ങനെ പാറയിൽ നിന്നുള്ള പിടുത്തം വിട്ട് അങ്ങനെ നൽകി. ഈ കുന്നിനെന്ന് പറഞ്ഞാൽ പാറയിൽ നിന്ന് പിടുത്തം വിടാനുള്ള കാരണം എന്ന് പറയുന്നത് പാറക്കൂറി. ഇവിടെ ഒരു വലിയ പാറക്കൂറി ഉണ്ടായിരുന്നു, ഒരു 10-15 വർഷമായിട്ട് പ്രവർത്തിച്ചിരുന്നു. ഈ പാറക്കൂറി ഇങ്ങനെ വേനൊക്കെ അടിച്ചടിച്ച് ഈ പാറയും മണ്ണുമായിട്ടുള്ള ഒരു ബന്ധം. പാറയെന്ന് പറയും, നമ്മുടെ ഈ മലകളെല്ലാം വളരെ കുറച്ച് മണ്ണും ബാക്കി അടി പാറയാണ്. അത് ഏറ്റവും കടുപ്പമുള്ള പാറയാണ് ഹൈറേഞ്ചിലെ പാറ. അപ്പോൾ ഈ പാറയിൽ നിന്ന് പിടുത്തം വിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ അതിവർഷം വരുന്നത്. ഈ അതിവർഷം വന്നിട്ട് ഈ വെള്ളം ഭൂമിക്ക് താങ്ങാൻ പറ്റാതെ വരികയും അടി പാറയിൽ നിന്ന് മേലോട്ട് തള്ളാനും തുടങ്ങി വെള്ളം. അങ്ങനെ ഈ പ്രദേശം മൊത്തം ഉറവയായി, ഒരു ഉറവയില്ലാത്ത മലയായത്. അങ്ങനെ ഉറവയായിട്ട് ഇത് ഞാൻ നേരം വെളുത്ത് നോക്കുമ്പോൾ ഒരു 35 അടി താഴെ ഒരു ഗർത്തം. ഉരുൾപൊട്ടലല്ല, ഇടിവാണിത്, മണ്ണിടിവാണ് ഇത്. 3 പ്രാവശ്യമായിട്ട് ഘട്ടം ഘട്ടമായിട്ട് ഇടിഞ്ഞു. ഈ 2 ഇടിവിൽ റോഡ് ഫില്ലായി, 3ാമത്തെ ഇടിവിന് അക്കരയ്ക്ക് തെറിക്കുകയായത്. വീട് പോകുന്ന ശബ്ദമേ ഉള്ളൂ. പിന്നെ വെള്ളത്തിലോട്ട് അടിച്ചത് അതൊക്കെ എന്ന് പറഞ്ഞൊരു 4 സെക്കൻഡ് കണ്ണ് തുറന്ന് അടയ്ക്കുന്നൊരു ഇത്, അത്ര സമയം വന്നുള്ളൂ. അങ്ങോട്ട് തെറിച്ച വെള്ളം ഇറങ്ങാനില്ലായിരുന്നു. ഭൂകമ്പം പോലെ തോന്നുള്ളൂ അക്കര കണ്ടാൽ. പൊതുവേ നീലക്കുറിഞ്ഞിയുടെ ഒരു സീസണാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. അത് പൊതുവേ ഈ പ്രാവശ്യം മഴ ശരിക്കും കാര്യമായി ബാധിച്ചു. ടൂറിസ്റ്റുകൾ പൊതുവെ വരവ് കുറവാണ്. തൊഴിൽ മേഖലയൊക്കെ എല്ലാം സ്തംഭിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനത്തിൻ്റെ കയ്യിൽ പൈസയില്ല. നമ്മുടെ കേരള സംസ്ഥാനം 3 ഭാഗങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് ഭക്ഷ്യക്ഷാമം ഉണ്ടാകുന്നത്. 1924, ഇപ്പോൾ 2018 നമ്മൾ ഈ പ്രളയം ഉണ്ടായി. നമ്മൾ ഇപ്പോൾ പ്രളയത്തെ പറ്റി ഓരോ വിശകലനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ 1924 ചെന്നെത്തുന്നു. അതായത് മലയാളികൾ വിശേഷിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് ഹൈറേഞ്ചുകാർ വിശേഷിപ്പിക്കുന്നത് 90-ലെ വെള്ളപ്പൊക്കം എന്നാണ് പറയുന്നത്. ആ 90-ലെ വെള്ളപ്പൊക്കത്തിന് ശേഷം ഒരു 2ാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതികൾക്കപ്പുറം നമ്മുടെ കേരളം ഉയർത്തെഴുന്നേരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഭക്ഷ്യക്ഷാമം ഉണ്ടായത് കേരളത്തിൽ. ആ ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ വേണ്ടി അന്നുണ്ടായിരുന്ന പട്ടംതാണുള്ള ഗ്രോമോർ പദ്ധതി എന്നാണ് പറയുന്നത്. അത് അന്ന് ഭക്ഷണം മാത്രം കൊടുക്കും, അതിനുള്ള അരിയും നെല്ലും കൊടുത്തിട്ട് ആയുധവും വാക്കത്തെയും കൊടുത്ത് ഒരു വിഭാഗം ആളുകളെ ഹൈറേഞ്ചിലേക്ക് യാത്രയാക്കിയത്. അത് അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ഭാഗികമായൊരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭാഗം ദേവികുളം, പ്രത്യേകിച്ച് പീരുമേട് താലൂക്കിൻ്റെ ദേവികുളം താലൂക്കിൻ്റെ ഒരു ഭാഗം തമിഴ് മേഖലയായിട്ട് മാറും എന്നുള്ളൊരു അപഖ്യാതി അന്ന് പരന്നിരുന്നു. ആ പരന്ന അപഖ്യാതി പരിഹരിക്കാൻ കൂടി ആയിരിക്കാം ഒരു പക്ഷേ അതിൻ്റെ മനഃശാസ്ത്രപരമായിട്ട് ഇവരെ ഈ മലയാളികളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്ന് വേണം കരുതാൻ. ഇന്നിപ്പോൾ ആ മലയാളികൾ സ്വയം ഒരു മാധവി ഗാഡ്ഗിൽ കമ്മീഷൻ പറയാതെ, കസ്തൂരി രംഗൻ പറയാതെ, ആരും പറയാതെ തന്നെ പ്രകൃതി തന്നെ ഇവരെ ഇറക്കി വിടുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം ചെന്നെത്തിയിരിക്കുന്നു. ഈ മാട്ടുപ്പെട്ടി കുണ്ടള ഡാമുകളൊക്കെ പണിയുന്ന കാലത്ത് കുടുംബനമാണ്. നാട്ടിൽ നിന്ന് തൊഴിലാളികൾ ഒരു കങ്കാണി കൊണ്ടുവരും. ഇവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവന് തിരിച്ചു പോകാൻ മാർഗമില്ല. ഇത് അന്നൊരു കോൺട്രാക്ടർ വർക്ക് എടുത്താൽ തൊഴിലാളികൾക്ക് അയാൾ കുറേ ക്വാർട്ടേഴ്സുകൾ പഠിക്കും. ഒന്ന് വല്ലപ്പോഴും കോൺട്രാക്ടർ വന്നാൽ വിശ്രമിക്കാനുള്ളൊരു വാക്ക് കിട്ടും. അതിൽ ഉയർന്ന എഞ്ചിനീയർമാർക്ക് വിശ്രമിക്കാം. വിശ്രമം എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ നിന്ന് കുടിച്ച് കൂട്ടാടലും ധനാശ്വാസം നടപടിയും അതിനൊരു കിട്ടുക. പിന്നെ ഏതെങ്കിലും മാർക്ക് താമസിക്കാൻ താരതമ്യേന മെച്ചപ്പെട്ട ഒരു താൽക്കാലിക കെട്ടിടം. കൂടാതെ തൊഴിലാളികൾക്ക് താമസിക്കാൻ പരമ്പൊക്കെ കൊണ്ട് മറച്ച കുറേ ക്വാർട്ടേഴ്സ് ഉണ്ടാകും. ഇതിനടുത്ത് കരിങ്കല്ല് ഭിത്തി കെട്ടിയ ഒരു കെട്ടിടം ഉണ്ടാവും. ആ കെട്ടിടത്തിന് 2 മുറി, അതിലൊരു മുറി ഇയാളുടെ ഗുണ്ടകൾക്ക് താമസിക്കാൻ, മറ്റേ മുറി ഇടിമുറി എന്ന് പറയും. കൂലി ചോദിക്കുകയോ എന്തെങ്കിലും അഹങ്കാരം പറയുകയോ ചെയ്താൽ ആ തൊഴിലാളിയെ കൊണ്ടുവന്ന് ഈ ഗുണ്ടകളെ കൊണ്ട് തല്ലിപ്പിക്കാനാണ് ഇടിമുറി. ആ സാഹചര്യത്തിലാണ് അവസാനത്തെ ദിവസത്തെ കൂലി മേടിച്ച് നാട്ടിൽ പോകും. പ്രത്യേകിച്ചൊരു സമ്പാദ്യം ഉണ്ടാവും. ഉപജീവനത്തിനുള്ള കഷ്ടിച്ച് കൂലിയുള്ളൂ. അത് ഏത് മഴയത്തും ഏത് വെയിലത്തും കല്ലിലൊന്നും മണ്ണിയൊന്നും ഉള്ള പണിയായാൽ പോലും. ഞാൻ ഈ മേസ്തിരി പണിക്കാരനായിരുന്നു. സിമന്റ് ചാന്ത് ചുമന്നുകൊണ്ടൊരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നു. തമിഴ്നാട്ടിൽ നിന്ന് തികച്ചും അപരിഷ്കൃതരായ കുറേ തൊഴിലാളികളുണ്ടായിരുന്നു.
അവർ ഇന്നത്തേത് പോലെ ബ്ലൗസ് അല്ല ഇടുന്നത്, ഒരു ചേല ചുറ്റിയിരി. വെങ്കിട്ടമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് എന്നോട് വന്ന് പറയുന്നത്, അയ്യ അന്ത ചാറ് ഒന്നുക്ക് വിടമാട്ടെ, ഒന്നുക്ക് വിടമാട്ടെ എന്ന് മൂത്രമൊഴിക്കാൻ വിടുന്നില്ല. ഈ സാറെന്ന് പറയുന്നവർക്ക് ചാറ് അങ്ങനെ പറയും. ഏതാണ്ട് ഒരു 50-55 വയസ്സുള്ള ഒരു സ്ത്രീ അച്ചാമ്മ ചെടുത്തി പണിയുന്നുണ്ടായി. അപ്പോൾ മേശൻ കല്ല് പണിയണമെങ്കിൽ ആ കല്ല് കഴുകി കൊടുക്കും. അതാണ് അവരുടെ പണി. പണിയുന്ന സ്ഥലം ക്ലീൻ ചെയ്ത് കഴുകുക. ഞാൻ ആ ചേടത്തിയോട് ചേടത്തി അയാൾ ഇങ്ങനെ പറഞ്ഞല്ലോ. അപ്പം ചേടത്തി എന്നോട് പറഞ്ഞു, അയക്കത്തിൽ കണ്ട് പുട്ടിയിൽ കൊടുക്കുന്നതാണ്, എന്നാൽ നമുക്കത് നടത്താം എന്ന് പറഞ്ഞ് ചേടത്തിയെ സംഘടിപ്പിച്ചു. ചേടത്തി മറ്റു പെണ്ണുങ്ങളെ സംഘടിപ്പിച്ചു. ചേടത്തിയോട് ഞാൻ പറഞ്ഞു, ഞാൻ വീണ്ടും അയാളോട് സംസാരിക്കാൻ പോകുമ്പോഴേക്കും സംസാരിച്ച് നിൽക്കുമ്പോഴേക്കും നിങ്ങൾ കുറേ പെണ്ണുങ്ങൾ വന്ന് ഞങ്ങളെ വളയണം. വളഞ്ഞു കഴിയുമ്പോൾ ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങും. ചേടത്തിയുടെ ചൂലയിൽ ഈ വെങ്കിട്ടമ്മയെ കൊണ്ട് മൂത്രമൊഴിപ്പിച്ചിട്ട് അയക്കിട്ട് ഒരു പൊട്ടിയിൽ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാനത് ചെയ്യാതെ കേൾക്കാൻ ഇവർ പറഞ്ഞു. അതവിടെ സംഭവിച്ചു. അവിടെയാണ് ആദ്യം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആ മാതൃക ഏകദേശം പൊമ്പുള ഒരുമൈ എന്ന തൊഴിലാളികൾ ഇവിടെ നടത്തി. പൊമ്പുള ഒരുമ സമരം നടത്തിയപ്പോൾ ഞാനവിടെ ആ സമരപ്പന്തലിൽ പോയിട്ടുണ്ടായി. കാരണം എന്നെ ആവേശം കൊള്ളിച്ചു. അത് ഞങ്ങൾ അന്ന് തുടങ്ങിയത് വീണ്ടും തുടങ്ങുന്നുണ്ട്, പക്ഷെ അത് പിന്നെയും അസ്തമിച്ചു. ഞങ്ങൾ 2010 മിഠായി തെരുവിൽ മൂത്രപ്പുരയ്ക്ക് വേണ്ടി സമരം ചെയ്യുന്നത്. 2010 ആ സമരം കേരളം ഒട്ടാകെയും ഇത് ഒരു അനിവാര്യ സമരമാണ്, കേരളം ഒട്ടുക്കും ഈ പ്രശ്നം അനുഭവിക്കുന്നുണ്ട് എന്ന രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇരട്ട ചൂഷണം അനുഭവിക്കുന്നവരവർ. ഞാൻ പറയുന്നത് ഒരു സ്ത്രീ ആയതുകൊണ്ടും തൊഴിലാളി ആയതുകൊണ്ടും ചെമ്മീൻ തുള്ളിയ മുട്ടോളം പിന്നെ തുള്ളിയ ചട്ടിയിൽ എന്ന് പറയുന്ന ആ തരത്തിലേക്ക് പെൺപിളെ ഒരുമേനെ ആക്കി തീർക്കാൻ ഇവിടുത്തെ പുരുഷാധിപത്യ രാഷ്ട്രീയ ട്രേഡ് യൂണിയനുകൾക്കൊക്കെ പറ്റി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ അകത്തുള്ള പെൺപിളെ ഒരുമ മൂന്നാറിലെ തൊഴിലാളികൾ തന്നെ, മൂന്നാറിലെ തൊഴിലാളികളും സ്ത്രീ തൊഴിലാളികളും ഒരേ തോളോട് തോൾ എന്ന രീതിയിൽ അത് മനസ്സിലാക്കി സമരം ചെയ്യുകയാണെങ്കിൽ ഈ തരത്തിലുള്ള കുത്തക എന്താ പറയുക സാമ്രാജ്യത്വ ശക്തിയായ അതിനെ ഞാൻ അതിനെ പറയാം. ടാറ്റ ആയാലും ഇവിടുത്തെ ഉമ്മൻചാണ്ടി സർക്കാർ, അന്നാ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന് എളുപ്പം പറ്റി ഇവരെ കയ്യിലെടുക്കാനും പൊളിക്കാനും എന്നുള്ളത് ഞങ്ങൾക്കറിയാൻ പറ്റി. അതേപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും കത്തുന്ന പുരയിൽ ഊരുന്ന കേൾക്കും ലാഭം എന്നുള്ള രീതിയിൽ, അല്ലെ അതെങ്ങനെ നമ്മളെ രാഷ്ട്രീയ മുതലെടുപ്പാക്കി മാറ്റാവുന്ന രീതിയിൽ അതിന് പുറത്തുനിന്ന് നല്ല ശക്തി കളി ഉണ്ടായിട്ട് ഇതിൻ്റെ അകത്ത് വന്ന് കളിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോരുത്തരും പിന്നെ ഗ്രൂപ്പാക്കി വലിച്ചു കൊണ്ടുപോയില്ലേ ഓരോ ടീമിനെയും. അത് ഏതെല്ലാം തരത്തിൽ ഭർത്താക്കന്മാർക്ക് മദ്യം വാങ്ങിച്ചു കൊടുത്തിട്ടും അതെല്ലാവരും അവിടുത്തെ കമ്പനികൾ ചെയ്ത അതേപോലെ തന്നെയാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരും ട്രേഡ് യൂണിയനും ചെയ്തതെന്നാണ് എനിക്കറിയാൻ പറ്റിയത്. തീർച്ചയായിട്ടും അത് നശിപ്പിക്കാൻ പറ്റിയാലും ഞാൻ പറയണു ഞങ്ങളെപ്പോലത്തെ സമരങ്ങൾ, ഇപ്പോൾ നമ്മളെപ്പോലത്തെ അസംഘടിത മേഖല സ്ത്രീ തൊഴിലാളികളുടെ മൂന്നാറിലെ സ്ത്രീ തൊഴിലാളികളുടെ ഒക്കെ സമരങ്ങൾ അതൊരിക്കലും அணையூல കേട്ടോ. நான் யூரின் பாஸ் பண்ண போதுக்கு 2 தடவையோ 3 தடவையோ போயிட்டனால என்னை கூப்பிட்டு என்ன நீ அடிக்கடி இங்கிட்டு போயிட்டு இருக்க அப்படின்னு சொல்லி என்னை மேனேஜர் கூப்பிட்டு கேட்பான். அசிஸ்டன்ட் மேனேஜர் 2 தடவைக்கு மேலே போனாலே கேட்பான், நீ எதுக்கு 3 தடவை போயிட்டு வரேன்னு கேட்பான். அப்போ தான் நான் அவரை சொன்னேன், எனக்கு இந்த வேலையை அவனை அப்படியே லெட்டர் எழுதி கொடுத்துட்டேன். நான் வந்து ப்ரொஃபஷனராக இருக்கிற சமயத்துலேயே அந்தளவுக்கு ஒரு ஸ்லேவரி நான் போவே மாட்டேன்னு சொன்னேன். எங்கள் அப்பாவை ஃபோர்ஸ் பண்ணி தான். அவங்க என்னென்னா அப்பா வந்து லேபர் கேட்டகரியில் இருக்காங்க, அவங்களுக்கு வந்து ஸ்டாஃப்ங்கிறது அடுத்த ஒரு பேஸ் மாதிரி. ஸோ அந்த பேஸில் பையனை பார்க்கணும்னு சொல்லி அவங்க ஆசைப்படுறாங்க, நம்மளை கொண்டு போய் உள்ளே வச்சிடுறாங்க. அங்கே ஒரு ஸ்லேவரிங்கிறது உள்ளே போய் பையன் டென்ஷன் ஆகி சாயங்காலம் வீட்டுக்கு வந்து அப்படியே ஸ்ட்ரெஸ் பிடிச்ச மாதிரி இருப்பான் தெரியும், பைத்தியம் பிடிச்ச மாதிரி. அப்போ தான் அவங்களுக்கு தெரியும் பையன் உள்ள எவ்வளோ கஷ்டப்படுறான்னு சொல்லி. அதை அவங்க புரிஞ்சிக்கவே இல்லை. பொதுவாக இங்கே எல்லா பேரண்ட்ஸ் நினைக்கிறது தான். ஆனால் அங்கே உள்ளே போய் நிற்கும் போது தான் தெரியும் ஏதோ ஒரு ஸ்டாஃப் அப்படிங்கிற ஒரு பேர் மட்டும் தருங்க. ஸ்டாஃப்னா பொதுவாக வெளியில் இடத்துலலாம் ஒரு கம்பெனிக்கு வேலை பார்க்குற ஒரு ஆள். இங்கே ஸ்டாஃப்னா அப்படி கிடையாது, ஒரு கிரேடு மாதிரி. அது அட்மினிஸ்ட்ரேட்டிவ் தியரிஸில் வந்து ஒரு சிஸ்டம் உண்டு. கிளாசிக்கல் தியரி படி தான் இந்த கம்பெனி இயங்குது. அது எப்படி சொல்லுவாங்கன்னு சொன்னால், இப்போ ஷேர் ஹோல்டர்ஸ் த நெக்ஸ்ட் அந்த சிப்ளிங் ட்ரீயில் பார்த்தீங்கன்னு சொன்னால் இந்த ஷேர் ஹோல்டர்ஸ் வந்து ஒரு போர்ட் ஆஃப் மெம்பர்ஸ் எடுப்பாங்க. இங்கே வந்து 11 போர்ட் ஆஃப் மெம்பர்ஸ் இருக்காங்க. அந்த போர்ட் ஆஃப் மெம்பர்ஸ் தேல் மேக் சம் பாலிசிஸ். அந்த பாலிசிஸை எக்ஸிக்யூட் பண்ணி இம்ப்ளிமெண்ட் பண்ணுறதுக்காக ஜிஎம்ஸ் உண்டாக்குவாங்க, ஜென்ரல் மேனேஜர்ஸ். அந்த ஜென்ரல் மேனேஜர்ஸ் அவங்க சபார்டினேட்டுக்காக மேனேஜர்ஸ் உண்டாக்குவாங்க, மேனேஜர்ஸ் ஸ்டாஃப்ஸ் உண்டாக்குவாங்க, ஸ்டாஃப்ஸ் சூப்பர்வைசர் உண்டாக்குவாங்க, சூப்பர்வைசர் லேபர்ஸ் உண்டாக்குவாங்க. அல்டிமேட்லி இந்த லேபருங்கிறது தான் இங்கே ஷேர் ஹோல்டர். இவன் தான் கிங்கு.
ആക്ച്വലി ഇங்கே ഇവൻ தான் സ്ലേവ്. ആദിവാസികൾ നടത്തിയിട്ടുള്ള ഐതിഹാസികമായിട്ടുള്ള മുത്തങ്ങ സമരം, കുടിലുകെട്ടി സമരം, ചെങ്ങറ സമരം, അതേപോലെ തന്നെ ഈ പറയുന്ന തോട്ടം തൊഴിലാളികളുടെ നിന്നുള്ള പെമ്പിളയൊരുമ സമരം, ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും ഒറീസയിലും ഒക്കെ നടക്കുന്ന വലിയ ഭൂപ്രക്ഷോഭങ്ങൾ, ഏറ്റവും ലേറ്റസ്റ്റായിട്ട് വന്ന പത്തലഗഡി പോലെയുള്ള മുന്നേറ്റങ്ങൾ, ഭൂമിക്ക് വേണ്ടിയുള്ള ആദിവാസികളുടെ പ്രക്ഷോഭങ്ങൾ, ഇതൊക്കെ തന്നെ നമ്മൾ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചാൽ ഇന്ത്യയിലെ മുഴുവൻ ആദിവാസികൾ, ഒപ്രസ്ഡ് കമ്മ്യൂണിറ്റി ഭൂമിക്ക് വേണ്ടിയും അവരുടെ വിഭവത്തിന് വേണ്ടി സമരം ചെയ്തതെന്ന് കാണാൻ പറ്റും. ഇന്ത്യയിലെ 2011 കാസ്റ്റ് സെൻസസ് അനുസരിച്ചിട്ട് 79% ഇന്ത്യയിലെ ദലിത്സിന് സ്വന്തമായിട്ട് ഭൂമിയില്ല. ഞാൻ ഈ ദലിത് എന്ന് ഉദ്ദേശിക്കുന്നത് ഒപ്രസ്ഡ് കമ്മ്യൂണിറ്റി, അത് പട്ടികജാതിക്കാർ മാത്രമല്ല, ഒപ്രസ്ഡ് കമ്മ്യൂണിറ്റിക്ക് സ്വന്തമായിട്ട് ഭൂമിയില്ലാത്ത, ഒരു തുണ്ട് ഭൂമിയില്ലാത്ത മനുഷ്യന്മാർ. ഇന്ത്യയിൽ നടക്കുന്ന മുഴുവൻ ആദിവാസി മൂവ്മെൻറ്റ്, അത് പെമ്പിളയൊരുമ സമരം മാത്രമല്ല, ഇന്ത്യയിൽ നടക്കുന്ന മുഴുവൻ സമരങ്ങളുടെയും ആധുനിക ജനാധിപത്യത്തിന് നടക്കുന്ന സമരങ്ങളുടെയും നമ്മൾ നോക്കിയാൽ ഇവരൊക്കെ ഇപ്പോഴും ഭൂമിക്ക് വേണ്ടിയാണ് സമരം ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ഈ 21-ാം നൂറ്റാണ്ടിൽ ഈ ആധുനിക ജനാധിപത്യ സംവിധാനത്തിനകത്ത് കേരളത്തിലെ, ഇന്ത്യയിലെ ആദിവാസികൾക്ക്, ദലിതർക്ക്, തോട്ടം തൊഴിലാളികൾക്ക് ഇപ്പോഴും ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യേണ്ടി വരുന്നു എന്നതിൻ്റെ അർത്ഥം ഇവരിപ്പോഴും ഈ അടിസ്ഥാന വിഭവങ്ങളിൽ നിന്നും അന്യരാണ് എന്നുള്ളതാണ്. முன்னாடி ஒரு சின்ன ஒரு 20 to 30 days 30 years பிஃபோர் 1947 முன்னாடி நம்ம போனோம்னு சொன்னால் தெளிவாக பகத்சிங், திலகர், இந்த மாதிரி ஒரு ஒரு ஜேனர் ஆஃப் பீப்புள் இருப்பாங்க. இவங்கள அன்றைக்கி என்ன சொன்னாங்க? இவங்க எல்லாமே டெரரிஸ்ட்னு சொன்னாங்க. ஸோ பகத்சிங் வந்து வாஸ் அ பக்கா ஒரு ஸ்டாம்ப்டு டெரரிஸ்ட்னு சொல்லணும். எங்கள் பிரிட்டிஷ் கவர்மெண்ட் சொன்னது என்ன சொல்லிச்சு? பகத்சிங்கை டெரரிஸ்ட்னு சொல்லிச்சு. திலகர் என்ன சொன்னாங்க? டெரரிஸ்ட்னு சொன்னாங்க. இது 1947 முன்னாடி. அதுபோல் யாரெல்லாம் கவர்மெண்ட்டுக்கு எதிராக ஆக்டிவிசம் பண்ணுறாங்களோ, கவர்மெண்ட் பண்ணுற விஷயங்களை, அதாவது ஒரு அரசாங்கம் பண்ணுற தவிர சுட்டி காட்டுறாங்களோ, த பர்சன் ஹூ பாயிண்டிங் அவுட் த எரர்ஸ், த மிஸ்டேக்ஸ் விச் த கவர்மெண்ட் டஸ், அது பண்ணுறாங்களோ அவங்கள ஒடுக்கிறதுக்காகத்தான் இவங்க பண்ணி வச்சுருக்கிற செடிஷன்ஸு, யூஏபிஏ, அப்புறம் இவங்க சொல்கிற மாதிரி இந்த சஸ்பெக்டிவ் அரெஸ்ட்டு, இதெல்லாம் தான் அடக்குமுறைன்னு சொல்லுவாங்க. இட் இஸ் கைண்ட் ஆஃப் ஃபேசிசம். சிம்பிளாக வந்து பெட்ரோல் விலை கூடி போச்சு, இந்த விலை கூடி போச்சுன்னு நீங்கள் சொல்லவே கூடாது. உலகத்தவே திரும்பி பார்க்க வச்ச சமரம் இந்த சமரம், சரித்திரத்தில் இடம் பிடிச்ச சமரம். ஆனால் இப்போ ஒன்றுமில்லாமல் போச்சு. ஏன்னா மறுபடி வர்றதுக்கு வாய்ப்பு இருக்குது. கண்டிப்பாக நான் போய் இருந்தோம்னா வருவாங்க, மக்கள் வருவாங்க. எனக்கு அந்த நம்பிக்கை இருக்குது. இந்த பெண்கள் உரிமை என்ற பேர் தான் போயிருக்கோ தவிர மக்கள் அப்படியே தான் இருக்காங்க. மக்கள் மாறவே இல்லை. கண்டிப்பாக நான் இதை நிரூபித்து காட்டுவேன். கண்டிப்பாக இப்போ எல்லாருமே வந்துட்டு இல்லை பெண்கள் உரிமை இல்லைன்ட்டு போகிறாங்க. பெண்கள் உரிமை இல்லை, பெண்கள் உரிமை ரெஜிஸ்டர் பண்ணவங்க தான் பெண்கள் உரிமை கிடையாது. இந்த போராட்டத்தில் வந்த ஒவ்வொரு பெண்களுமே பெண்கள் உரிமை சம்மந்தப்பட்டவங்க தான். பெண்கள் உரிமையில் எலெக்ஷனில் மത്സരിச்சு தோத்தவங்களும் இருக்காங்க, அவங்களும் பெண்கள் உரிமை தான். ஆண்கள் இருக்காங்க, எல்லாமே இருக்காங்க. பெண்கள் உரிமைக்குள்ளே ஒரு 10 பேர் இருந்துட்டு நாங்கள் தான் பெண்கள் உரிமைன்னு, அது பெண்கள் உரிமையே கிடையாது. நான் சம்மதிக்க மாட்டேன். பெண்கள் உரிமையில் இன்றைக்கும் பாதிக்கப்பட்டவங்க தான் உண்மையான பொம்பளை உரிமை. அரசியல்வாதிகளை எதிர்த்து வந்தவங்க தான் உண்மையான பெண்கள் உரிமை இருக்காங்க. ലോകത്തെമ്പാടുമുള്ള സ്ത്രീകൾ നീതിക്ക് വേണ്ടി നടത്തിയ വലിയ മഹായുദ്ധത്തിൻ്റെ വലിയൊരു പൈതൃകം, വലിയൊരു വ്യവഹാര മണ്ഡലം, വലിയൊരു ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അത് പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. ഡോക്ടർ ബി ആർ അംബേദ്കർ
ഗാന്ധിയെ ആദ്യമായി കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഗാന്ധി, ഐ ഹാവ് നോ മദർലാൻഡ് എന്നാണ് പറഞ്ഞു. എനിക്കൊരു മാതൃരാജ്യമില്ല. പുഴുക്കളെയും പന്നികളെയും പോലെ എൻ്റെ സമുദായത്തെ ചവിട്ടിത്തേക്കുന്ന ഈ ഇന്ത്യ എൻ്റേതാണെന്ന് ഞാനെങ്ങനെ വിചാരിക്കും എന്നാണ് അംബേദ്കർ പറഞ്ഞത്. അതിനുശേഷം 46-ലുണ്ടായിരുന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി ഒരുപക്ഷെ അതിൻ്റെ ഏറ്റവും കൂടുതൽ അധ്വാനം ചെയ്ത ഒരാളായിട്ടാണ് ചരിത്രം അദ്ദേഹത്തെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഈ സ്ഥാനം എഴുതി തയ്യാറാക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ എനിക്കൊരു മദർലാൻഡ് ഇല്ല എന്ന് പറഞ്ഞ അംബേദ്കർ അതിൻ്റെ ആമുഖം എഴുതുമ്പോൾ അതിൻ്റെ ആദ്യത്തെ വാക്യം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്. ഇന്ത്യക്കാരായ നമ്മൾ. എനിക്കൊരു മാതൃരാജ്യമില്ല എന്ന വാക്കിൽ നിന്നും വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നതിലേക്കുള്ള സഞ്ചാരമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സഞ്ചാര വഴിയെന്ന് നമ്മൾ അറിയണം. ആ ഒരു സംഗതിയെ ഏറ്റെടുക്കുവാനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞാൽ മാത്രമേ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ശൂദ്രലഹളയൊക്കെ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റൂ. ആ നിലക്ക് വളരെ ബോധപൂർവമായ ജനാധിപത്യത്തിൻ്റെ പക്ഷത്ത് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു പക്ഷത്ത് ബ്രാഹ്മണ്യം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരും മറുവശത്ത് നവോത്ഥാന മൂല്യങ്ങളും ഭരണഘടനാ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കണമെന്ന് പറയുന്നവരും തമ്മിലുള്ള ഒരു മൂല്യ സംഘർഷമാണ് ഇവിടെ നടക്കുന്നത്. നാളെ മലയാളി ഒരു തീരുമാനമെടുക്കേണ്ടി വരും ഏത് പക്ഷത്താണെന്ന്. അന്നേരം അഞ്ഞെന്ന് പറഞ്ഞ കാര്യമില്ല, ഏത് പക്ഷത്താണെന്ന് പറയേണ്ടി വരും. ജനാധിപത്യത്തിൻ്റെ കൂടെയാണോ നാമജപത്തിനാണോ എന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളത് പറയിപ്പിക്കും. അങ്ങനെ ഒരു വേർതിരിവ് കേരളത്തിന് അത്യാവശ്യമുണ്ട്. അതിലേക്ക് സഞ്ചരിക്കാൻ മലയാളിക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ച് ഞാൻ വാദം നടത്തുന്നു. அன்பார்ந்த பெரியோர்களே, தாய்மார்களே, சகோதர சகோதரிகளே, வாலிப நண்பர்களே, நடைபெறவிருக்கும் 17வது பாராளுமன்ற தேர்தலில் போட்டியிடும் தோட்டம் தொழிலாளியான கோமதியாகிய எனக்கு உங்கள் பொன்னான வாக்குகளை தொப்பி சின்னத்திலே முத்திரையிட்டு பல ஆயிரக்கணக்கான வாக்குகள் வித்தியாசத்தில் வெற்றி பெற செய்ய வேண்டுமாய் உங்களை இரு கரம் கூப்பி சிரம் தாழ்த்தி பணிவன்போடு கேட்டுக்கொள்கிறேன். அன்பார்ந்த பெரியோர்களே, தாய்மார்களே, சகோதர சகோதரிகளே, வாலிப நண்பர்களே, வாக்காளர் பெருமக்களே, நடைபெறவிருக்கும் 17வது பாராளுமன்ற தேர்தலில் போட்டியிடும் தோட்டம் தொழிலாளி ஆகிய உங்கள் வீட்டு பிள்ளையாகிய கோமதியாகிய எனக்கு உங்கள் பொன்னான வாக்குகளை தொப்பி சின்னத்திலே முத்திரையிட்டு பல ஆயிரக்கணக்கான வாக்குகள் வித்தியாசத்தில் வெற்றி பெற செய்ய வேண்டுமாய் உங்களை இரு கரம் கூப்பி சிரம் தாழ்த்தி பணிவன்போடு கேட்டுக்கொள்கிறேன். தோட்ட தொழிலாளிகளின் குரல் பாராளுமன்றத்தில் ஒலிக்க வேண்டுமா? வாக்களிப்பீர் தொப்பி சின்னத்திலே. பட்டயம் இல்லாமல் இருக்கும் மக்களுக்கு பட்டயம் கிடைக்க வேண்டுமா? வாக்களிப்பீர் தொப்பி சின்னத்திலே. வீடும் இடமும் இல்லாமல் இருக்கும் மக்களுக்கு வீடும் இடமும் வேண்டுமா? வாக்களிப்பீர் தொப்பி சின்னத்திலே. பாடுபடும் பாட்டாளிகளின் சின்னமாகிய தொப்பி சின்னத்திலே முத்திரையிட்டு பல ஆயிரக்கணக்கான வாக்குகள் வித்தியாசத்தில் கோமதியாகிய என்னை, தோட்டம் தொழிலாளியாகிய என்னை வெற்றி பெற செய்ய வேண்டுமாய் உங்களை இரு கரம் கூப்பி சிரம் தாழ்த்தி பணிவன்போடு கேட்டுக்கொள்கிறேன். இப்பெல்லாம் யாருங்க சாதி பார்க்கறா, அதெல்லாம் சும்மா அந்த குழம்பு பார்க்கலாம் அப்படிங்கிற இன்றைக்கு இருக்கிற காலகட்டத்தில் சாதியை பற்றி ஓப்பனாக டிஸ்கஸ் பண்ணாத, சாதி இருக்குன்னு ஒத்துக்காத, இப்பெல்லாம் யாருங்க சாதி பார்க்குறான்னு சொல்லிட்டு கடந்து போகிற எல்லாருமே அந்த பாட்டை சமர்ப்பணம். ஓகே, செக் செக் செக். மனிதரை மனிதனாகவே மதித்திடல் வேண்டும் என்று புனித புத்தன் நன்றே தோன்றினாரே வந்தேரே பலவென்று சாதியுக்குள் மக்களை பிரிக்கின்ற மடமையை மாற்ற வேண்டும் என்று
വീണ്ടും പിറന്നാളേ